കട്ട് ആരെ കുറിച്ചാ പറയുന്നത്? അനാൻ ചാന്റെ കൂടെയുള്ള ഓന്റെ ഫ്രണ്ടിന്റെ വൈഫിനെ കുറിച്ചിട്ട് ഇവൻ പറയാന്ന്. അത് മതി. അതായത് നിയാദിന്റെ കൂടെ ഇത്രയും നിന്നിട്ടുള്ള ഞാന് ഇവൻ ഡെയിലി ഓരോരോ പൊമ്പിളറാ. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിട്ടോ പറഞ്ഞത്. ഞാൻ കറിയവങ്ങൾ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എന്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനല്ല. 18 വയസ്സ് തികയാത്ത പെണ്ണിനെ പിടിച്ച് ഇതാക്കിയ കാര്യമായി പറയാൻ പോകുന്നു. എന്താന്നും പിന്നെ എനിക്കറിയില്ല. ചിലപ്പോൾ ഒരായിട്ട് അത്രയും ബന്ധവും പരിപാടിയും കാര്യങ്ങളൊക്കെ. ബാംഗ്ലൂരിന്റെ സീനും കൂടി ചോദിക്കും. ബാംഗ്ലൂർ ഞാൻ പറയും, ഇത് തീരട്ടെ. ബാംഗ്ലൂരിന്റെ മുന്നിലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടാ. നമ്മളെ കാര്യങ്ങളൂടെ നിങ്ങൾ കേക്ക്. അല്ലാണ്ട് അപ്പുറത്തുള്ള മാത്രം ഓല ഉണ്ടാന്നല്ലേ. അല്ല ഞാൻ പറയാം, എല്ലാം പറയാം. ഓലന്റെ കാര്യം എന്താന്നറിയാം. ഓലന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ സംഭവിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പെരുന്നാൾക്ക് നാട്ടിൽ പോയിട്ട് ഇത് ഈ ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോൺ ഞാൻ അവിടെ യൂസ് ചെയ്ത ഫോണാണ്. ഇവനിക്ക് ഇപ്പോൾ എവിഡൻസ് ആയിട്ട് പറയുന്ന കേൾപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി എൻ്റെ കോൾ റെക്കോർഡുകളാണ്. ഞാൻ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ റെക്കോർഡാണ്. ഞാനോട് ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു ഡിക്ലറേഷൻ പറയാം, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫുൾ വോയിസ് കേൾപ്പിക്കാൻ. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇവിടെ ചോദിച്ചു ഇവൻ കാര്യം പറഞ്ഞു, ഇവനടുത്തൊരു 350 റുപ്യ ഞാൻ 3000 സംതിങ് റുപ്യ ഉണ്ടായിരുന്നു. ആ പൈസ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഷമീറിനോട് എന്തിനു ചോദിച്ചു, ഓലക്കെന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നൈസായിട്ട് അങ്ങ് ആരാ ഇത് കട്ട് ചെയ്ത് അതിന്റെ ബേക്കിൽ ആരാന്നറിയില്ല. നീ അതിന് അത്രയും മാസം പറയുന്നത് ആയിക്കൂലേ. നൈസായിട്ട് ഞാൻ കട്ട് ചെയ്ത്. എടാ ഞാൻ ഇന്നവരെ സാധനം യൂസ് ചെയ്യില്ല. അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ അപ്പം ഞാൻ എപ്പം എവിടെ കണ്ടു കഴിഞ്ഞാൽ എന്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും. അതായത് എടാ എന്തിനാണ് വെറുതെ. ഞാൻ ഒരു മമ്മൂനോട് ഞാൻ പറഞ്ഞു, എടാ മമ്മു അവിടുന്ന് ഇറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യണ്ടേ, നമ്മളെ കാര്യങ്ങൾ അടിപൊളിയാക്കണ്ടേ, വീഡിയോസും റീലും കാര്യങ്ങളും ബ്ലോഗൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യണ്ടേ, എന്തിനാടാ ഇതിനു വേണ്ടി പൈസ കൊടുത്തത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന ഭാഗം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് പിന്നെ ഞാൻ യൂസ് ചെയ്തെന്നുള്ള രീതിയിൽ ആ നീ ഇത് കാണുന്നുണ്ടാടാ, നിനക്കെന്നെ അറിയാം ഞാൻ അവിടുന്ന് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ഒരാളാണ്. എന്തിനാടെ പച്ചക്കുള്ള ആൾക്കാരുടെ മുമ്പ് പോയി പറയുന്നത്. ഞാൻ എന്താ ഇന്ന് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഓപ്പറേഷൻ തൂഫാൻ രമേശ് ചെന്നിത്തല സാറോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അഡ്വാൻസ് ടെസ്റ്റോ പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതാ എൻ്റെ മേത്ത് ടെസ്റ്റ് ചെയ്തോ. ഞാൻ തയ്യാറാണ്. ഞാൻ എടുത്ത പബ്ലിക്കലി ഞാൻ പറയാം. ഇല്ലെങ്കിൽ ഇതാ ഞാനിപ്പോൾ അവസാനമായിട്ട് എടുത്തൊരു ഫോണുണ്ട്, ഐഫോൺ. എൻ്റെ മാക്ബുക്കും ക്യാമറയും വിറ്റിട്ട് പിന്നെ ഈ സിനിമൻ്റെ കിട്ടിയ പൈസയും കൂടി കൂട്ടിയിട്ട് എടുത്തൊരു ഫോണാണ്. ഈ ഫോൺ ഞാനങ്ങ് തരും. എന്തെങ്കിലും പിടിക്കപ്പെട്ടെങ്കിൽ എൻ്റെ നിയാദിന് ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു വർഷത്തെ ഇല്ലെങ്കിൽ ഒരു 6 മാസത്തെ 1 വർഷത്തെ ഡ്യൂറേഷനിലെ ടെസ്റ്റ് ഓപ്പറേഷൻ തൂഫാൻ ഞാൻ വെല്ലുവിളിക്കുക. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ആ ടീമിനോട് മുടി വേണോ ഉമിനീര് വേണോ എന്താ വേണ്ട കൊണ്ടുപോയിക്കോ. കാരണം എന്താണ്ട് ഇത്ര ഇതിൽ പറയുന്നവരടാ, എടാ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നിയാദിന് ഇതേപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എടാ നിയാദെ നീ എന്തിനാടാ വെറുതെ കള്ളത്തിൽ ആൾക്കാർ മുമ്പിൽ പറയുന്നത്? എടാ ഒറ്റ കാര്യം പറയാനുള്ളൂ. നിയാദ് ഇന്നലെ അടു പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രൂഫ് ഉണ്ടെങ്കിലും ഓനേക്കയക്ക്. ഇതാ എനിക്കയക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ ഇന്നലെ വിളിച്ച് 3 മണിക്ക് കറിയാണ്. ആരെങ്കിലും പൈസ തരും. വീടിൻ്റെ ആധാരം ഞാൻ പണയം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. ഒരിക്കൽ എത്ര പൈസ വേണ്ട ഞാൻ ആ പൈസ തരും. 5 പൈസ കൈമല്ല. പക്ഷെ പറയുന്ന കാരണം എന്താ അറിയാം, നമ്മൾ മാത്രം അങ്ങനെ ഉമ്മണ്ടാ. അത് എന്തെങ്കിലും കഞ്ചാവ് വലിച്ചിന് പോലും. ഞാൻ കഞ്ചാവ് വലിച്ചിന് അടി ഉണ്ടാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി നീ പറയുന്നത്. ഞാൻ ഇത്ര റോങ് ആയിട്ടോ എനിക്കറിയാം. കുറച്ച് സാധാപത്തോടു കൂടി പറഞ്ഞാൽ മാത്രമേ ആൾക്കാരെ കണ്ണിൽ ഇതാക്കാൻ പറ്റുമെന്ന്. നീ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. ജാസ് ഇന്നേവരെ ഇതേപോലെ നിന്റെ മുമ്പിൽ സംസാരിച്ചിട്ടില്ല. നീ വളാഞ്ചേരിയിൽ നിന്ന് ആ റാംബോനെ കൊണ്ട് എൻ്റെ കഴുത്തിന് ഇവിടെ മുറിയായിട്ട് നീ എന്താ എന്നോട് പറഞ്ഞത്? കാണിച്ചടാ നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? കേരളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റെടുക്കും. എൻ്റെ അടുത്ത് എവിഡൻസ് പ്രൂഫ് ഉണ്ട് എന്നല്ല. എടാ ധൈര്യം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ അവരെ മുമ്പിൽ നിനക്ക് നിന്റെ ബ്ലഡ് മൂത്രം ഈ മുടിനാരൊക്കെ കൊടുക്കാൻ പറ്റൂടാ. രമേശ് ചെന്നിത്തല സാറെ ഞാൻ പറയുന്നു, ബാംഗ്ലൂരിൽ ടാറ്റൂവിന്റെ പ്രൊമോഷന് പോയ സമയത്ത് ഈ ഡാഷ് മോന് പുണ്ടച്ചി മോന് അവിടുന്ന് ഒരു സാധനം, അതായത് ഒരു കൊമള, ഒരു എന്താ എനിക്ക് അതിന്റെ പേര് ലാബിലൊക്കെ ഉണ്ടാവില്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം, ഒരു കൊമള അതിൽ ആസിഡ് ഒഴിച്ചിരുന്നോ സാധനം. ആ കൊമള വെച്ചിട്ട് അടിയിൽ ലാമ്പ് കത്തിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ആ കൊമളയെ കൂടി ഇങ്ങനെ വലിക്കുന്നത് ഞാൻ കണ്ടതാ. അന്നേറ്റം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ഒന്ന് മെഴുകുന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞടാ നേരത്തെ കാണിച്ചില്ലേ ബലൻസിയാക്കിന്റെ ഷൂ ഇട്ടിട്ട് ഓൻ ജേഡിന്റെ കുപ്പും വിളിച്ചിട്ട് നല്ല കല്ലടിച്ചിട്ട് കിറങ്ങിയിട്ട് ഒരു ഡാൻസ് കളിക്കുന്ന ഷമീർ കാണിച്ചതിനാ. കുറച്ചൊന്ന് ക്യാമറ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓന ആ സാധനം കൂടി ഒന്ന് കാണിക്കാനോട് ഓനെ മാത്രം ഒന്ന് വീഡിയോ എടുത്ത് പോയുള്ളൂ. പിന്നെ ദുബായില് ഒരാള് മെസ്സേജ് ആണ്, ഒന്നെടുക്ക് മക്കളെ. നമ്മളെ കൈ എന്റെ പ്ലേസ് TVM ആണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ഇന്നലെയും കൂടെ തൊപ്പിയുടെ ഫോർച്യൂണർ കണ്ടതാ. എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. ഞാൻ ഓട്ടോ കഴിഞ്ഞ് വരുമ്പോ
കണ്ടാൽ ഞാൻ വേണം പിക്ക് അയച്ചു തരാം. വണ്ടി TVM കണ്ണേറ്റിമുക്ക് എന്ന് പറയുന്ന പ്ലേസിൽ തന്നെയാണ്, അതായത് റാംബോന്റെ കയ്യില്. പിന്നെ എന്തിനാടാ ഇന്നലത്തെ ലൈവിലടക്കം നീ ഓപ്പൺ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് നമ്മളൊക്കെ ചെറുതാടാ, പിക്കും കൂടെ ചോദിക്കുന്നുണ്ട് വീട്ടെ. ഒന്നും ചെയ്യാൻ പറ്റൂല നീ. ഇതെല്ലാം നിനക്ക് പൂർണ്ണമായിട്ട് അറിയാം. എന്നിട്ടെന്തിനാടാ നിന്നെ എങ്ങനെയാടാ മാനിപ്പുലേഷൻ ചെയ്യാ? എന്റെ കേസ് നിങ്ങളൊന്നും മനസ്സിലാക്കടാ. അതായത് ഈ നിയാദ് എന്ന് പറയുന്ന 1 മില്യൺ ഫോളോവേഴ്സ് യൂട്യൂബിലും വർഷങ്ങളായിട്ട് സ്ട്രീം ചെയ്തതും ചോര ഇപ്പം തരാം. രമേശ് സാറെ ഇത് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എങ്ങനെയായാലും ഇത് മാനിപ്പുലേഷൻ ചെയ്യും. പൈസ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഇതെല്ലാം മാറ്റാൻ പറ്റും. രമേശ് സാറെ നിങ്ങൾ ഇതിൽ ഏറ്റെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ആളുകൾ, ചെറിയ കുട്ടികളടക്കം ഇവന്റെ വീഡിയോ കണ്ടിട്ട് വൈകിട്ടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവൻ അല്ലാണ്ട് കുറെ ആൾക്കാർക്ക് വയറ്റിലുണ്ട്. പിന്നെ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഇപ്പൊ ദുബായിൽ നിന്ന് വിളിച്ചിന് ഒരാൾ വിളിച്ച് നമുക്ക് എന്തോ ബാക്കി കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു പ്രൂഫ് എന്താണെന്നറിയാം, ഒരു ദുബായിൽ പ്രൊമോഷൻ ഞാൻ ഷമീറായിട്ട് കാണിച്ചെന്നില്ലേ, പ്രൊമോഷൻ പോയിട്ട് അവിടുന്ന് CCTV ഫൂട്ടേജ് ഉണ്ട്. ഈ എല്ലാവർക്കും പൈസയാണ് വേണ്ടത്. അവസാനം എന്താക്കിയെന്നറിയാം, ചങ്ങായി പറഞ്ഞ് 25,000 രൂപ തന്നാ തരാം. നമ്മൾ പറഞ്ഞാൽ പിന്നെ ഒരു 30,000 രൂപ തരാൻ നമ്മൾ പറഞ്ഞു പോയി. ഗതികോടുണ്ട് വെറുതെ മേടിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അവസാനം ഡീലാക്കി തോന്നുന്നു, അതിന്റെ ഫൂട്ടേജ് കിട്ടിയില്ല. എടാ നിയാദ് എവിടുന്നെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും CCTV ഫൂട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തേ എനിക്കൊന്നയച്ചാ. എൻ്റെ ഉമ്മ നല്ല രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എൻ്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോൾ വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിയിട്ടോ പറഞ്ഞത്. ഞാൻ കരയുമെങ്കിൽ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എൻ്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നില്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എൻ്റെ അടുത്തുള്ള ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് അടക്കാണ്. ഞാൻ ഡയറക്ടർ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, സാറേ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുന്നത് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഒരു ദിവസം 300 സംതിങ് റുപ്യാണ് അതിന്റെ പൈസ ഇത് കിട്ടിയത്. ഇവർക്ക് 800 റുപ്യ കിട്ടിയത്. എനിക്ക് 1000 സംതിങ് റുപ്യാണ് ഇത് കിട്ടിയത്. എന്താണ് തെറ്റ്? അവൾ അത്രയും 5-6 മാസം നിന്നിട്ട് അവൻ എന്താണ് പറഞ്ഞത്, ജാസിക്ക് പ്രൊമോഷൻ. എടാ ഞാൻ സത്യം പറയാം, ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്താണെന്നറിയോ? എടാ ഞാൻ അത് പറയുന്നില്ല. എന്തായിക്കോട്ടെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞോട്ടെ. എന്റെ ഫീലിംഗ്സ് ജസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ. കാരണം എന്താ അറിയാ, 5-6 മാസം ഞാൻ നിങ്ങൾക്ക് ചിരിക്കൂടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ടില്ലടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ട് എനിക്കൊരു ഉറുപ്പ്യ സാലറി. ഞാൻ ഇവന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന സമയത്ത് 5-6 മാസം കൃത്യമായിട്ട് എപ്പോഴും അധികം ലൈവ് ഉണ്ടായിന്. ആ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്ന സമയം എപ്പോഴാണ്, രാവിലെ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു 3-4 മണിയാവും. ആ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ രാവിലെ ഒരു 10 മണി 11 മണിക്ക് എണീക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ഫുഡ്, അത് കഴിഞ്ഞിട്ട് രാത്രിക്കത്തിൽ ഫുഡ്. ഇതിൻ്റെ ഇടയിൽ ഓൻ്റെ എന്തെങ്കിലും അലക്കാൻ കൊണ്ടുപോകണം. പിന്നെ അതിൻ്റെ ഇടയിൽ സ്പിൻ വീൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ശരിയാക്കാൻ പറയണം. ആ സമയത്ത് എൻ്റെ ജാസി എന്നുള്ളൊരു ക്യാരക്ടറിലുണ്ടായി. മീശയിൽ ഇത്ര മേടിച്ചിട്ട് ഇവൻ പറഞ്ഞ അങ്ങനെ ചെയ്താലേ ഇത് അടിപൊളിയാവുന്നല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്തടാ. കഷ്ടപ്പെട്ട് ഇതെല്ലാം ഞാൻ ചെയ്ത്. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രൊമോഷൻ വന്നിട്ടാ. എനിക്ക് ആകെ വന്ന പ്രൊമോഷൻസ് എത്രയാടാ? നിങ്ങൾ എൻ്റെ പേജിൽ കയറി നോക്കി, ഇതെല്ലാം ലൈവായിട്ട് കാണാൻ പറ്റൂലടാ. പിന്നെ എന്തിനാടാ ഓൻ്റെ പാത്രം കേട്ടിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കും? നിങ്ങൾക്ക് അറിയാലടാ ഓൻ പറയുന്നു. ഓൻ അത്ര നല്ലോനാണോ? എന്റെ പേജ് കയറി നോക്കി. ഞാൻ മൊത്തത്തിൽ ഒരു 12-13 പ്രൊമോഷനെ ചെയ്ത. ഒന്ന് അരിച്ചോക്കടാ. 12 കൂടി അരിക്കണം. അതായത് ഒരു വർഷത്തേക്കൊന്ന് അരിച്ചോക്കടാ. അപ്പൊ നിങ്ങൾക്ക് തിരിയും എത്രയാന്ന് വെച്ച് കഴിഞ്ഞാല്. ഒരു മാസം എൻ്റെ വീട്ടിലേക്ക് ഒരു മാസം കൊടുക്കണം 12,000 രൂപ കുറിക്ക് മാത്രം. ഓരോ കാറ്റിനോട്ടിട്ട് നമ്മളൊന്നും വലിയ റിച്ചോ പരിപാടിയോ കാര്യങ്ങളൊന്നുമല്ല. എടാ എന്തിനാടാ പച്ച? ഞാൻ 2-3 പ്രൊമോഷൻ സത്യം പറഞ്ഞാൽ ചെയ്തില്ല. ഇന്ന് എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് നേരത്തെ ഷമീറിന്റെ ഒരു വോയിസ് കേട്ടല്ലോ, പോയി അലക്കടാ അതാക്കട ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ട പറഞ്ഞിട്ട്. ഇതുപോലെ പല സമയത്ത് എനിക്ക് ഒരു മാസം ഇവൻ ബാൻ തരും എന്തെങ്കിലും പണി ചെയ്തില്ലെങ്കിൽ. ഇല്ല സ്പിൻ വീലിന്റെ ആ ബേറെങ്കിൽ ശരി. ഇവൻ പച്ചക്കള്ള എന്തിനാ പറഞ്ഞ? ആ സ്പിൻ വീല് ശരിയാക്കിയ നീയാതെ ഞാനാണടാ. സ്പിൻ വീല് ശരിയാക്കി. എന്തിനാടാ കള്ളത്തരം പറയുന്നത്? ഉളുപ്പില്ലാത്തവൻ. അത് എവിടെ കറങ്ങണം എവിടെ നിൽക്കണമെന്ന് നീ പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തില്ലടാ. ഈ ഷമീർ ഷഡിട്ട് തുള്ളാന് ഞാനല്ലടാ സെറ്റ് ചെയ്തത്. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താന്ന് വെച്ചാടാ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്റെ സ്ക്രിപ്റ്റും എത്രത്തോളം നിനക്ക് ചാക്കിട്ട് വാരി നിനക്ക് ഇതാക്കാൻ പറ്റൂടാ. നീ എത്ര പൈസ വേണമെങ്കിലും ഇറക്കിക്കോ. നീ നോയിക്കോടാ. നിന്റെ 1 ഡേ എന്ന് പറയുന്ന ആ സാധനം, നിന്റെ 1 ഡേ എന്ന് പറഞ്ഞത്, നിങ്ങൾ ഇതിൽ എനിക്ക് ഹെയ്റ്റ് തന്നാലും വേണ്ട എന്ത് തന്നാലും വേണ്ട, നിന്റെ 1 ഡേ എന്നുള്ള സാധനം ഉണ്ടേ. ഫുണ്ടേ ഇത് ഏതെങ്കിലും ഒരു ദിവസം നിന്റെ മുഖം മൊത്തത്തിൽ വീയോടാ. നീ വയറ്റുണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് അവർക്ക് എത്ര പൈസ കൊടുത്ത് നീ സെറ്റിൽ ചെയ്ത് ഇന്ന് പുറത്ത് വരണ്ട. ഞാൻ അവർക്ക് ബാൽക്കണി ഇരിക്കുമ്പോൾ കേട്ടതാ. 50,000 രൂപ ഓള് ചോദിച്ചിട്ട് റാംബോ ഡീൽ ചെയ്തത്. നീ ഒരിക്കലും ഭർത്താനം പറ്റില്ല. 50,000 രൂപ അയച്ചു കൊടുത്തത്. അത് കേൾക്കുന്ന ഇവന് വയറ്റിലുണ്ടാക്കി കൊടുത്ത എല്ലാ ആൾക്കാരും ദയവ് ചെയ്തിട്ട് ഓൻ്റെ അടുത്ത് എന്തായാലും പൈസ കിട്ടിയല്ലോ, ഇനി വേണമെന്നിട്ട് നമ്മളും തരാം. ഓൻ ചെയ്ത കാര്യങ്ങൾ, അതിന്റെ പ്രൂഫും, ഓൻ അബോർഷൻ ചെയ്തു എല്ലാ കാര്യങ്ങളും ഒന്ന് വന്നിട്ട് ദയവ് ചെയ്തിട്ട് പറ. ഓൻ്റെ ഡ്രഗ്സിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പൈസ ഞാൻ തരാം. എൻ്റെ വീടിന്റെ ആധാരം വിറ്റ് ഞാൻ തരാം. എനിക്ക് വേണേ തരും. കാരണം എനിക്ക് നാളെ ഇവിടെ ഇറങ്ങി നടക്കണം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ടാ ഓൾറെഡി ഉള്ള പ്രൂഫുകളും കാര്യങ്ങളൊക്കെ വെച്ച് പറയുന്നുണ്ട്. എടാ ദയവ് ചെയ്തിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഒരാളും വിശ്വസിക്കലടാ. 6 മാസം എന്നിട്ട് ഒരു ഉറുപ്പിക്ക് തന്നിട്ടില്ല. എന്നിട്ട് പറഞ്ഞാൽ ജാസിക്ക് പ്രൊമോഷൻ ഉണ്ട്. പ്രൊമോഷൻ എത്ര പ്രൊമോഷൻ ചെയ്ത് എൻ്റെ പേജിൽ കയറി ഒക്കെ കാണാൻ പറ്റുമല്ലോ. അത്രയും പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുള്ളൂ.
അതിനൊക്കെ ഓരോ മാസം എത്ര പൈസ ഒരു അരിക്കണം വെച്ച് നോക്കിയാൽ തന്നെ ഒരു മാസം 10,000 റുപ്യോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ബാക്കി എവിടെയെങ്കിലും പോയി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്താലും വേറെ ചെറിയ പൈസ പരിപാടി കാര്യങ്ങളെല്ലാം കിട്ടും. എടാ എന്നിട്ട് എന്തിനാണ് നിന്നെ ഭീഷണി നിന്റെ നേരെ നോക്കിയിട്ടൊന്നും സംസാരിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ആൾക്കാരല്ല നമ്മൾ. നീ പറഞ്ഞ എല്ലാ കാര്യവും ഈ ഷമീറിന് കള്ള് കൊടുത്തിട്ട് നീ അവിടുന്ന് എന്തെല്ലാം ഡാൻസ് കളിപ്പിച്ച് നാളെ എന്തായാലും നീ ഒരു വീഡിയോ ഇടും. ഏത് വീഡിയോ ആയിരിക്കും അറിയാം. എൻ്റെ മനപ്പൂർവ്വം എനിക്ക് മനസ്സ് തോന്നുന്നു ഷമീറിന് നീ കള്ള് കൊടുത്തിട്ട് പറഞ്ഞത് ഡാഡാ ഡാൻസ് കളിക്കടാ, എന്നിട്ട് അത് കണ്ടിട്ട് നീ ഇങ്ങനെ ആക്കിയ കാര്യം, എന്നിട്ട് സ്റ്റെപ്പുമ്പോൾ കയറി പോകുന്ന സമയത്ത് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ നീ നാളെ ഇടും. ഇതെല്ലാം എനിക്കറിയാടാ. പക്ഷെ നിനക്ക് തെറ്റിപ്പോയ കാര്യം എൻ്റെ ഇതിലടാ. നീ അതെ എടാ വൺ ഡേ എന്ന് പറയുന്ന ഫുണ്ടേ നിനക്ക് തെറ്റിപ്പോയ ജാസിൻ്റെതിലാ. ഇനി നീ എന്നെ പറ്റി പറയുന്ന ഏറ്റവും എക്സ്ട്രീം കാര്യം എന്താണെന്നറിയടാ, ജാസി പ്രൊമോഷൻ ചെയ്ത ആൾക്കാരിന്ന് പറ്റിച്ച്. ഗൈസ് ഒരു കാര്യം മനസ്സിലായിക്കോ എടാ, പിന്നെ ബെറ്റിങ്ങിന്റെ ഏജൻസിന്റെ ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിയാദ് 1.5 കോടി എത്ര പറഞ്ഞത് എന്തൊരു ബാറ്ററി എന്തൊരു ബെറ്റിങ്ങിന്റെ ആളുണ്ട്, അതിന്റെ ഏജൻസിന്റെ ആൾക്കാർ ദയവ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം, എൻ്റെ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ വെളിപ്പെടുത്തിക്കോളൂ. എടാ നിങ്ങളെ പറ്റിക്കേണ്ടിട്ടില്ലടാ, ബെറ്റിങ്ങിന്റെ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് 1 കോടി 1.5 കോടി എത്ര പ്രോപ്പറായിട്ട് കാര്യം ഇതൊന്നും നമ്മോട് വിട്ടു പറയില്ല. ഈ കാര്യം പറയേണ്ടിയിട്ട് പൈസ മേടിച്ചടാ എന്നിട്ട് പറയുന്നത് അറിയോ, കേരള ഗവൺമെന്റിന്റെ എന്തോ ഉണ്ട് അതിനെക്കൊണ്ട് ഇപ്പോൾ ഇടാൻ പറ്റില്ല, ഇപ്പം ഡിലേ ആക്കി വെക്കുന്ന എത്രയോ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ആ ബെറ്റിങ്ങിന്റെ ടീമെ എനിക്ക് മെസ്സേജ് അയക്ക്. പിന്നെ ഇതുപോലെ തന്നെ എത്രയോ ബെറ്റിങ്ങിന്റെ ടീമുകൾ ഉണ്ടാവും, എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്ക്. ഞാൻ അതിന്റെ പ്രൂഫ് അയച്ചാൽ എന്തെങ്കിലും പൈസ ചില്ലറ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ തരാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അച്ഛനോ അമ്മനോ ഇല്ലെങ്കിൽ ഇതേപോലെ ഊമ്പിക്കുന്ന കുണ്ണകളെയോ ഓർത്തിട്ടെങ്കിലും ജസ്റ്റ് ഒരു സാധനം അയച്ചാൽ, പിന്നെ ഇവൻ വയറ്റിനുണ്ടാക്കി കൊടുത്ത ആൾക്കാർ അവരും ദൈവത്തിൽ എന്തെങ്കിലും സാധനം അയച്ചാൽ, പിന്നെ ഞാൻ പ്രൊമോഷൻ ചെയ്യാൻ പെൻഡിങ്ങിലായി പോയ ആൾക്കാരോട് മുത്തേ നിങ്ങൾക്ക് എത്ര പ്രൊമോഷനാണ് വേണ്ടത് അതൊക്കെ ഞാൻ ചെയ്താൽ. പിന്നെ ഒരു കാര്യം കൂടി, ഇന്നലെ തന്നെ വലിയ കാര്യം കാണിച്ചു കൊടുത്തല്ലോ. എന്തെന്നറിയാം, വലിയ കാര്യം കാണിച്ചു കൊടുത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസിന്റെ പ്രൊമോഷൻ വന്നിട്ട് കുറേ ആയി ചെയ്യാൻ ഒരു ഗ്ലാസിന്റെ പ്രീമിയം വാച്ചും ഗ്ലാസും സ്പെക്സും വിൽക്കുന്ന ഒരു ടീം. എനിക്ക് ഇന്നലാണ് ഇതെല്ലാം മനസ്സിലായത്. ഇതെല്ലാം മനസ്സിലായത് ഇന്നില്ല. ഇതാ ഈ ഗ്ലാസ് ഒന്ന് നോക്കിയേ, എടാ ഈ ഗ്ലാസ് ഒന്ന് നോക്കേ. ലൂയി വിട്ടൻ, അതായത് ലൂയി വിട്ടനാന്ന് തോന്നുന്നു അതിന്റെ ഒരു കോപ്പി. നീ ഒന്ന് സ്വപ്നത്തെ പോലെ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ജാസി ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും നീ കണ്ടിട്ടുണ്ടാവില്ല. എടാ നിനക്ക് കോടികളും BMW ഉണ്ട് എന്നല്ല പറയുന്ന ആളല്ലടാ നീ. എന്തിനാടാ നിനക്ക് എൻ്റെ ഗ്ലാസ് എനിക്ക് പ്രൊമോഷന് വന്ന സാധനം കട്ട് കൊണ്ടോണ്ട ആവശ്യമോ? എന്താ ബ്ലിങ്കിറ്റ് പോയിട്ട് എല്ലാ മാസവും പോലും 4,000 എടുക്കും പോലും. നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ഡ്രസ്സ് എടുക്കരുതേ കുണ്ണകളെ, ഞാൻ മാത്രം എടുക്കുക, നിങ്ങൾ നോക്കിയെന്നാൽ മതി. വീഡിയോക്കും കണ്ടന്റിനും വേണ്ടിയിട്ട് മാത്രം നമുക്ക് അവിടുന്ന് ഒരു ട്രൗസറോ ഡ്രസ്സോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് പറയുന്നതല്ലടാ നീ. എന്തിനാടാ എൻ്റെ ഗ്ലാസ് കട്ടുണ്ടോയാ നീ? അതെ എന്തിനാ എൻ്റെ ഗ്ലാസ് കട്ടുണ്ടോ? ഇത് ഈ സാധനം ഈ വാച്ചും ഈ ഗ്ലാസ്സുമാണ് എനിക്ക് പ്രൊമോഷൻ വന്നത്. ഇത് കുറേ ആയി വന്നിട്ട് എൻ്റെ അലമാരയിലുണ്ടായ സാധനം ഞാൻ ഒരിക്കൽ നോക്കുമ്പോൾ ഈ സാധനം കാണുന്നില്ല. ഞാൻ അവിടെ എല്ലാവരും ചോദിച്ച്, കാരണം അവർ ഞാൻ പൈസ മേടിച്ചതാ. ഇതാണ് ഇന്നലെ ഇക്ക മെസ്സേജ് റാംബോ കാണിച്ചു കൊടുത്തിന് ലൈവിൽ. ഇതൊന്നും ഇത് പറയാൻ എനിക്ക് കാണിക്കൂല, എല്ലാം നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടോ. റാംബോ കാണിച്ചു കൊടുക്കില്ല, ജാസി പറ്റിച്ച് കുറേ പ്രൊമോഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അയാൾ ഇത് റാംബോ ഇട്ടീന്. റാംബോ ഒരിക്കൽ സ്റ്റോറിയില്ല, എന്തോ ഭാഗ്യം അന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാൻ തോന്നിയില്ല. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്താ. ആ റാംബോ സ്റ്റോറിയിൽ ഗായ്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷാട്ടാ. എടാ എന്തിനാടാ എൻ്റെ സാധനം കട്ടുകൊണ്ടുപോയിട്ട്? ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എൻ്റെ പ്രൊമോഷനൊക്കെ പെൻഡിങ്ങിലായത്. ഇത് എനിക്ക് വന്ന സാധനം. ഇനി ഓർക്കുള്ള പ്രൊമോഷൻ ഈ ലൈവിൽ ഞാൻ തരാം. ആ പേജ് എന്താണെന്നറിയില്ല, ആ പേജിന്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കട്ട് ചെയ്തിട്ട് ഇട്ടോ മുത്തേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ പൈസയും തരും, നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ. ഹായ് ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം എന്താ കഴിക്കഴിഞ്ഞാൽ നല്ല സ്പെക്സും വാച്ചും വേണമെന്നുള്ള ആൾക്കാരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ നിയാദ് കട്ടുണ്ടോയ ഈ സ്പെക്സ്, നിയാദ് ഇടണമെങ്കിൽ അങ്ങനത്തെ സ്പെക്സ് ഇടൂ. ഇത് എൻ്റെ അടുത്ത് കട്ടുണ്ട് പോയതാണെങ്കിലും ശരി, ഈ സ്പെക്സ് അടിപൊളി സ്പെക്സ് ആണ്. ഇത് വാങ്ങിയ ആൾക്കാരൊക്കെ, കാരണം ഇത് പ്രീമിയം ക്വാളിറ്റി ലൂയി വിട്ടൻ, എന്താ പറയുക ലൂയി വിട്ടനും അങ്ങനത്തെ എല്ലാ രീതിയിലും സ്പെക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. നിയാദിട്ട് എൻ്റെ കട്ടുണ്ടോയ സ്പെക്സ് ആണ്. അതുകൊണ്ട് അത് വേണ്ട ആൾക്കാർ ഈ പേജിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓൾറെഡി നിങ്ങൾക്കൊരു ഇത് ഞാൻ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ പൈസ തരാം. എടാ ഇതൊക്കെ കൊണ്ട് തന്നെയാടാ ഊമ്പിപ്പോയിനി ഇതൊക്കെ. പിന്നെ ഫ്രീ ഫയറിന്റെ പ്രൊമോഷൻസ് കാര്യങ്ങൾ ചെയ്യാം. എടാ 6,000 റുപ്യക്കാണ് ഞാനൊരു പ്രൊമോഷൻക്ക് പെൻഡിങ്ങിൽ. 6,000 റുപ്യക്കാ. നിങ്ങൾ വിചാരിക്കും എല്ലാ മാസം 12,000 മേടിക്കും. എടാ ചില മാസം 8,000, ചില മാസം 3,000. അങ്ങനെ എല്ലാം ഞാൻ 12,000 ചോദിച്ചാൽ അമ്മക്കൊന്നും 12,000 ആരും തരൂല. പക്ഷെ ഇനി വർഷത്തിൽ ചിലപ്പോൾ ഒരു പ്രൊമോഷൻ ആയിരിക്കും ജാസി ചെയ്യുക. ജാസിന് വില പറഞ്ഞു മേടിക്കും. ഒരു 5ന്റെ പൈസ തരാണ്ട് ഇത്രയും കാലം ഊമ്പിപ്പിച്ചിട്ട് പെരുവയിലാക്കിയിട്ടും പിന്നെ 6 മാസം എടാ ഉളുപ്പുണ്ടാ വെച്ച് പോടാൻ നീയാതെ 60,000 70,000 സാലറി തരാമെന്ന് പറഞ്ഞിട്ട് എന്നാട് നിപ്പിച്ചിട്ട് 5ന്റെ പൈസ തരാണ്ട് എന്ത് വൃത്തികെട്ട കളിയാടാ നീയാടെ കളിക്കുന്നത്. എനിക്ക് തന്നതിൻ്റെ ഒരു പ്രൂഫ് നീ ഓഡിയൻസിന് മുമ്പ് പറഞ്ഞില്ലല്ലോ, ഒരു പ്രൂഫ് നീ അത് ജാസിക്ക് കൊടുത്ത. നീ ഷമീറിന്റെ മുമ്പിൽ 20,000 എറിഞ്ഞെടുത്തോലും. എടാ ഈ കെട്ടുപോലും നിന്റെ അടുത്ത് ഇന്നവരെ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം എന്തോ ട്രാൻസാക്ഷൻ 5 അക്കൗണ്ട് ഉണ്ട് പോലും. എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിച്ചാൽ നീ എന്നോട് പറഞ്ഞ ഓഡിയൻസിനോട് പറഞ്ഞ സാലറി കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ താടാ ഞാൻ കുറച്ച് ഒരു 30,000 വെച്ചിട്ട് 5-6 മാസത്തേക്ക് എത്രയോ ആ പൈസ താ. എടാ ഇത് പോട്ടറാ. ഇതിന് ശേഷം മെൽവിൻ കുക്കായി വന്ന് മെൽവിൻ 2-3 മാസം സാലറി കൊടുത്താനാ. 2 മാസം കൂടുതൽ കൊടുത്തോന്നറിയില്ല. ഇപ്പോഴും ഞാൻ മുന്നിന് 7,000 റുപ്യ കടാടാ. എൻ്റെ 2 ഫോൺ മുന്നിൽ എടുത്തുകൊണ്ടുപോയി.
എൻ്റെ 2 ഫോൺ മുന്നും എടുത്തോണ്ടായി, എൻ്റെ പെങ്ങളെ ഫോണും എൻ്റെ ഫോണും. ഞാനിപ്പോൾ ഐഫോൺ മേടിച്ചുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല, അത് എടുത്തോണ്ടായി. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അതായത് 2 ഫോൺ ഉണ്ടായിന്, ആ ഫോൺ എടുത്തോണ്ടായി. കാരണം എന്താ പറയുക, ഇതെങ്ങനെ ഈ പൈസ കൊടുക്കാനുണ്ടായിന്ന് അറിയാം. 2000 റുപ്യ ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാ, ബാക്കി 5000 റുപ്യ മെൽവിന് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാങ് ഫണ്ട് എനിക്ക് തന്ന ഫണ്ടാണ്. എനിക്ക് പ്രൂഫ് എന്തോ എനിക്ക് കാണിക്കാൻ പറ്റില്ല, സോറി, എൻ്റെ അടുത്ത സാധനമല്ലേ, ഞാൻ പറയുന്നത് വിശ്വസിക്കാനേ പറ്റും. 5000 റുപ്യ ഗ്യാങ് ഫണ്ട് എടുത്താൽ അവസാനം മുനു പറഞ്ഞു ഓൻ്റെ പേഴ്സണലി വെക്കണം, പൈസ ഇതാക്കണം. അവസാനം മുനുവിന് ഞാൻ കടക്കാരനായി. ഇങ്ങനെ കുറേ ആൾക്കാർ കടക്കാരൻ. പിന്നെ പറഞ്ഞു കുറേ ജാസി സ്കാമറാണ്, പണ്ടേ കുറേ ആൾക്കാർ സ്കാം ചെയ്തതിന്. എടാ ജാസി പണ്ട് ബിസിനസ് ചെയ്ത് 5-6 ലക്ഷം എനിക്ക് അടിച്ചണ്ണാക്കി കിട്ടിയതാ. അതൊന്നും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ജാസി അത് പറയാത്തത്. പിന്നെ ഇത്രയും കാലം ഞാൻ ഇങ്ങനത്തെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായി കഴിഞ്ഞാലും ഇന്നില്ലെങ്കിലും നാളെ നിയാതെ നിനക്കുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടും. ഇതെന്തുകൊണ്ടറിയോ, ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നെ കാണുന്ന സാധാരണക്കാരെ പോയ ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ട്. എവിടുന്നെങ്കിലും കിട്ടൂടാ, എവിടുന്നെങ്കിലും കിട്ടും. നമ്മുടെ അടുത്ത് ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതായത് അത് അത്ര സ്ട്രോങ് കാര്യങ്ങളാണ്. എവിടുന്നെങ്കിലും അള്ളയായിട്ട് കൊണ്ടെത്തും നീയാതെ. പിന്നെ രമേശ് ചെന്നിത്തല സാറേ, നിങ്ങൾ വരണം, ബ്ലഡ് എടുക്കണം, ടെസ്റ്റ് ചെയ്യണം. അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ബാക്കി എന്താ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ മൂവീൻ്റെ സീൻ ഞാൻ പറഞ്ഞു. പിന്നെ വേറെ ഇപ്പം എന്താണ്, കഞ്ചാവിൻ്റെ സീനി പറഞ്ഞു. കഞ്ചാവ് ഇപ്പം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിയും. വേറെന്താ, എന്നെ പിടിച്ചടിച്ചതിൻ്റെതും അതിൻ്റെയൊക്കെ കിട്ടിയില്ലേ. റാംബൊക്കെ ഇടക്കിടക്കേ പിടിച്ചടിക്കലുണ്ട്. മുന്നു നേരത്തെ പറയുന്ന വോയിസുകൾ കേട്ടിട്ടില്ലേ? ഒരിക്കൽ എന്താക്കി, നിയാദിനോട് മുന്നു തെറ്റിയിട്ട് അവസാനം ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള റീസൺ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ റാംബോ എന്നെ പിടിച്ചടിച്ച്. എവിടുന്നാന്നറിയാം, കണ്ണൂർ ഹനാൻഷിയും നിയാദും എല്ലാവരും വന്ന് കോൺസേർട്ട് ഉണ്ട്. അതിൽ ബിലാനെ അങ്ങനെ എന്താ ഒരു സ്ഥലത്ത് നമ്മൾ നിന്നത്. അപ്പോൾ ഞാൻ എന്താക്കി, ഷമീർ പുറത്തു വന്ന സമയത്ത് ഷമീറിനൊപ്പം ഒന്ന് ചായ കുടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ എന്നോട് ചോദിച്ചു, റാംബോ എവിടെ പോന്നു? ഞാൻ പറഞ്ഞു, ഒന്ന് ഷമീറിനൊപ്പം ഒന്ന് ചായ കുടിക്കാൻ പോട്ടെ. അപ്പോൾ ഇങ്ങോട്ട് വാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വരടാ. അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ന് റൂമിലേക്ക് വിളിച്ചു, ഇങ്ങോട്ട് വാ ജാസി പറയുന്ന കേൾക്കുന്നവർ. വന്നിട്ട് അവിടെ കുറേ ആൾക്കാർ കൂടിക്കുന്നുണ്ട്. അവരെടുന്ന് ഒരൊറ്റ ചവിട്ട് കൊട്ടി. അത് മുനു കണ്ട്. മുനു പറഞ്ഞ് അത്രയും കാലം ഒന്നും പറയില്ല, ആ വോയിസിലുണ്ട്. പല പ്രാവശ്യം ഇതേപോലെ അടിക്കുന്നൊക്കെ നമ്മൾ കണ്ടല്ല, ഇനി മിണ്ടാണ്ടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുനു പറഞ്ഞ് പിന്നെ എന്തിനെങ്ങനെ അടിക്കേണ്ട കാര്യം ഇത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. മുനുവിനോട് റാമ്പ് ചൂടായി. മുനു നിയാദിനോട് പറഞ്ഞു, നിയാദിന് ഇഷ്ടപ്പെട്ടില്ല. നിയാദിനോട് പോടാ കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മുനു അവിടെ നിന്ന് ഇറങ്ങിയതാ. ഇപ്പം മുനു അവൻ്റെ ഒപ്പം നിൽക്കും. മുനുവിന് ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. മുനു നീ നല്ല മനുഷ്യനാണ്. അവിടെ ആകെ കുറച്ചെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നീ മാത്രമാണ്. നിന്നെ കുറ്റം പറയുന്നില്ല. പക്ഷെ മുനുവിൻ്റെ ആ വോയിസിലുള്ളതുകൊണ്ട് എന്തോ ഭാഗ്യം രക്ഷപ്പെട്ടു പോയതാ. ഈഗിൾ എന്ന് പറഞ്ഞ് കുണ്ടൻ എന്ന് പറയുന്നുണ്ട്. എടാ ഞാൻ ഇന്നേ വരെ ഒരാളെ കുണ്ടൻ അടിച്ചിട്ടില്ല. ഇതൊക്കെ നിയാദ് ഉണ്ടാക്കി തന്ന ബാഡ് ഇമേജാണ്. കാരണം നിയാദ് പറഞ്ഞ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്താൽ മാത്രമേ ഓൻ അങ്ങനെ ആയത്. എടാ ഓൻ മുടി മുറിക്കുന്നതിന് മുമ്പ് തൊപ്പിയായ സമയത്ത് എന്നോട് തൊപ്പിയോ നിയാദോ ഡേഞ്ചർ എന്ന് വെച്ചാൽ ഞാൻ പറയും നിയാദാ ഡേഞ്ചർ. കാരണം വെച്ചാൽ അതിന് മുമ്പ് എനിക്ക് നെഗറ്റീവ് ഇമേജിനെ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ഉണ്ടാക്കുകയും ചെയ്ത്. അതിൻ്റെ ശേഷം നന്മമരായി നന്മയോളിയായിട്ട് നമ്മളെ കൊണ്ടൊക്കെ ഉള്ള എല്ലാ പുറത്തിറങ്ങളും ഷഡിട്ടാടിയിട്ടും എല്ലാം ചെയ്ത്. ആ സ്പിൻ വീല് ഞാനല്ല ബെയറിങ് ശരിയാക്കി നിയാതെ. അതിൻ്റെ ബേക്കിലില്ല, ഒരു വെയിറ്റ് വെച്ചാൽ മതി. ഒരു വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ചില സമയത്ത് വെക്കലുണ്ട്. എന്തെന്നറിയാം, അതിൻ്റെ ബേക്കിൽ നമ്മളെ സെല്ലോ ടൈപ്പ് അങ്ങനത്തെ എന്തൊരു സാധനം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ഫ്ലസ്കിക്കൊണ്ട് ഒന്നും ആരും കാണാണ്ട് നൈസായിട്ട് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്താവും അറിയാം, അതിങ്ങനെ കറങ്ങുമ്പോൾ അതായത് എവിടെയാണ് വെയിറ്റ് ആ വെയിറ്റിൻ്റെ ഭാഗത്തേക്ക് വരും. ഇവൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വെച്ചാൽ നീ അത് ഷഡിട്ട് കൊള്ളുന്ന എന്നെ ആക്കണം. അതെന്നെ ആക്കണം, അതാണ് ഇന്നത്തെ കണ്ടന്റ്. ഇന്ന് വേറെ ഒന്നും കണ്ടന്റില്ല ജാസി. അപ്പോൾ അതുകൊണ്ട് നീ ആടെ വരുന്ന രീതിയിൽ തന്നെ ആക്കണം. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, ഞാൻ ആശാരിയാടാ, ഞാൻ ആ ഫുഡ് ഉണ്ടാക്കുന്നവനാ, അലക്കാരനാണ്, ആശാരിയാണ്. എടാ പിന്നെ പറഞ്ഞ് ഞാൻ ബാസ്ക്കറ്റ് കൊട്ടയിൽ എടുത്തിട്ടാണ് ഇത് കൊണ്ടുപോലും, അതിനെങ്ങനെയാണ് ഷഡ്ഡി അലക്കുന്ന മാത്രം എന്ന് പറയാൻ. നീ അത് നേരത്തെ ഇവൻ കാണിച്ചെന്നൊന്നും അറിയില്ല. ഇതാണോ അത്? ഇതൊരിക്കലും അവൻ്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞാണ്. അവന്റെ കൂടെ വന്നിട്ടുള്ളത് അവന്റെ അണ്ടർവെയർ ഉണ്ട്, അതൊക്കെ അലക്കാൻ പറഞ്ഞു. അമ്മ നീ കേട്ടിട്ടില്ലേ? ഓള് പറഞ്ഞ നീ കേട്ടിട്ടില്ലേ? ഞാൻ കാണിച്ചത് ഇവിടെ വന്നിട്ട് ഇതാണ് അതൊക്കെ അവസ്ഥ. ഇതാ കാണുന്നുണ്ടാവില്ല. അവിടെ വാഷിംഗ് മെഷീനിൽ അണ്ടർവെയർ. ഇനിയിപ്പോ ഇതല്ല എല്ലാം കൂടി എനിക്ക് ഈ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു ഇത് മാത്രം ഉള്ളതുകൊണ്ടാണ്. രാവിലെ തന്നെ വന്നത് ഉറങ്ങി അടിച്ചിട്ട് രാവിലെ തന്നെ ഓനും ഓന്റെ ഗേൾഫ്രണ്ടും അടി ഉണ്ടാക്കിയിട്ട് അടിച്ച് പൊളിച്ച് പോയിട്ട് എന്നോട് പറയാം, ഡാ ജാസി, ഞാൻ ചോദിച്ചെന്ത് ഇവിടെ ഒന്ന് മൊത്തം വൃത്തിയാക്കട്ടെ, ഞാൻ ഇപ്പൊ പുറത്തു പോയി വരുമ്പോ വൃത്തിയാക്കുന്നു. ഇവന്റെ ഗേൾഫ്രണ്ട് കൂടെ കിടന്നിട്ട് അടി ഉണ്ടാക്കിയതാ. ഇവിടുത്തെ സാധനം മൊത്തം പൊട്ടിച്ചു വെച്ചു എല്ലാം. എന്റെ റൂമ് അടിച്ച് പൊളിച്ച് നാശാക്കി എന്താ പറയാ മൊത്തം വൃത്തിയാക്കി വെക്കുന്നു. പിന്നെ ഇതേതാ, ബാസ്കറ്റ് കൊട്ടയിലാണ് പോലും
നീ ഷഡ്ഡി കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്നടാ. എടാ പുണ്ടച്ചി മോനെ, നിന്റെ ഷഡ്ഡിക്ക് എത്ര പ്രാവശ്യം കൈ കൊണ്ട് എടുത്തിട്ടുണ്ടാ? അതിന്റെ ഒരു ഉളുപ്പുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പറയാൻ നിനക്ക് എന്താടാ മടി? ഇന്നേ വരെ ഞാൻ നിന്റെ മുഖത്തോക്കി പറഞ്ഞു, നീ എന്താ പറഞ്ഞ എന്റെ കണ്ണിൽ നോക്കാൻ ധൈര്യപ്പെടില്ല. നിന്റെ കണ്ണിൽ തന്നെടാ നോക്കുന്നത്. ഇത് എന്ന് നീ കാണുന്നുണ്ടോ അന്ന് ഞാൻ നിന്റെ കണ്ണിൽ നോക്കുന്നത്. എന്താടാ നീ എന്താ മറ്റേതാന്ന് വിചാരിച്ചടാ? കാണട്ടെ എല്ലാരും. ഇതാ മമ്മു ഞാനും, ഞമ്മക്കാണ് ഇതിന്റെ ഡ്യൂട്ടി ഉണ്ടാവുക. മമ്മു ഞാനും മോനെ. എന്തേ 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 എടാ ഞാൻ പറഞ്ഞില്ലടാ, ഇനിയെങ്കിലും ഇനി നാളെ ഇവൻ എന്തൊക്കെ കൊണ്ടാ വരികയെന്ന് എനിക്കറിയില്ല. പക്ഷെ നീയാതെ ഇന്നില്ലെങ്കിൽ നാളെ നീ എന്താ പറഞ്ഞത്? കർമ്മ വൺ ഡേ. എടാ ഫുണ്ടേ കർമ്മ എന്നുള്ള സാധനം ഈ ലോകത്തുണ്ടെങ്കിൽ എടാ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഞാൻ. അതുകൊണ്ടാണ് ഈ സാധനം അടിക്കാണ്ടും എനിക്കെന്താ നീ എന്താ മണ്ടനാന്ന് വിചാരിച്ചാ ഈ കഞ്ചാവ് അടിക്കാണ്ടും കള്ളു കുടിക്കാണ്ടും ഈ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടും ഞാൻ എന്ത് എടാ ഇതൊക്കെ നമുക്ക് വേണ്ട, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒന്നും ലഹരികളിൽ എന്നിട്ട് അങ്ങനത്തെ എല്ലാ പൂറത്തരും നീ ചെയ്ത് നീ മറ്റെന്തോ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന സാധനത്തിൽ കെമിക്കൽ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കലും നീ കഞ്ചാവ് അടിക്കലും. ഇൻഫ്ലുവൻസർ, അതായത് ഇപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് വീടിയിട്ട് ഒരു ഇൻഫ്ലുവൻസർ ഉൾപ്പെടെ, അയാളെ പേര് ഞാൻ പറയുന്നില്ല, ആ ഇൻഫ്ലുവൻസർ ഉൾപ്പെടെ ഒരു ഇനാഗുറേഷന് പോയ സമയത്ത് ഇവനും ഇൻഫ്ലുവൻസറും പിന്നെ ഇതും ഞാൻ പറയുന്നില്ല, ഇവർ മൂന്നാളും കൂടി ഈ സാധനം അടിക്കാൻ പോയതുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പ്രൂഫ് ഡേറ്റോ ഡേറ്റ് എന്താ പറയുക, ഇതൊന്നും ഐഫോണുള്ള സമയത്ത്, ഐഫോണൊക്കെ നമ്മൾ ഈ അടുത്ത് ആണ് എടുത്തത്. അപ്പം അതുകൊണ്ട് ഡേറ്റ് ഇതിപ്പോൾ എല്ലാം ടെലിഗ്രാമിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ ഒളിപ്പിക്കുമോ എന്താണെന്നോ ഒന്നും അറിയില്ല. പിന്നെ ജാസി ഒരു കുണ്ടനല്ല, ഒരു കള്ളുടിയനല്ല, കഞ്ചാവടിയനല്ല, ഒന്നുമല്ല. എന്തെങ്കിലും പ്രൂഫ് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കുന്ന എല്ലാവർക്കും, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ, കഞ്ചാവടിയനല്ല, കള്ളുടിയനല്ല, സിഗരറ്റ് വലിക്കലില്ല, പിന്നെ അതുപോലെ തന്നെ കുണ്ടനടിക്കലില്ല, പിന്നെ വേറെന്താ അലിഗേഷൻ, പിന്നെ വേറെന്താ പിന്നെ പ്രൊമോഷൻ ഞാൻ പറഞ്ഞു 2-3 പ്രൊമോഷൻ പെൻഡിങ്ങിലുണ്ട്. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഇതൊന്നുമല്ല, ഇത് തെളിയിക്കുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ 2-3 പ്രൊമോഷൻ പെൻഡിങ്ങിലുണ്ട്. ഞാൻ പറഞ്ഞ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞല്ലോ. ഈ ഐഫോൺ എടുത്തോ, ഇത് കഷ്ടപ്പെട്ട് ആകെ ഐഫോൺ ഇപ്പോൾ കൈമലുള്ളൂ. എൻ്റെ അടുത്തുള്ള മാക്ബുക്കും ക്യാമറയും ബിറ്റ് തുലച്ചിട്ടും സിനിമയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് എടുത്തു ഐഫോൺ എടുത്തോ. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ഡിക്ലറേഷൻ. പിന്നെ റാംബോൻ്റെ അച്ചാറ്, റാംബോക്ക് ബീഫ് അച്ചാറ് കൊടുത്ത ബ്രാൻഡ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ ദയവ് ചെയ്തിട്ട് അവർ ആ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളൊന്നും എനിക്ക് തരണം. 3-4 മാസം നിനക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ബീഫ് അച്ചാറ് കൊടുത്തിട്ട് ഒരു പ്രൊമോഷൻ ടീം ബീഫ് അച്ചാറ് കൊടുത്തിട്ട് വീഡിയോ ഇട്ടില്ലടാ. ഇവനക്ക് എത്ര തെറിവിളിയും കാര്യങ്ങളും അവർ വിളിച്ച് ചൂടായി. നിയാദ് വരെ അതിൻ്റെ ഇടയിൽ ഇടപെട്ട് അതിൻ്റെ ഇടയിൽ. അതായത് നിയാദ് പറഞ്ഞു ഞാൻ ചെയ്തോളൂ, ലൈവ് ചെയ്തോളൂ എന്ന്. ലൈവിലും ചെയ്തില്ല. എത്ര ആൾക്കാരെ പറ്റിച്ചടാ നിയാദ് നീ. പിന്നെ റാംബോ ഈ അടുത്തൊരു മെസ്സേജ് എനിക്ക് സത്യം പറഞ്ഞത് എല്ലാം കൂടി എടുത്ത് കാണിക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അടുത്തേൽ വേണമെങ്കിൽ ഇത് കാണിച്ചു തരാം. റാംബോക്ക് റാംബോ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാത്ത ഒരു ഫ്രീ ഫയർ അക്കൗണ്ടിൻ്റെ ഇതിൻ്റെ അടുത്തുണ്ട്. ഞാൻ 2-3 ഫ്രീ ഫയർ അക്കൗണ്ടിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഈ സ്പെക്സിൻ്റെ ഇങ്ങനത്തെയൊക്കെ ചെയ്ത് കൊടുക്കാൻ ബാക്കിയുണ്ട്. അപ്പം മക്കളെ എല്ലാവർക്കും ജാസി ചെയ്തു തരും. പിന്നെ ഇൻ കേസ് നിങ്ങൾക്കൊരു 3 എണ്ണം ആണെങ്കിൽ 3 എണ്ണം ജാസി ഇട്ട് തരും. ഇനി പൈസ വേണമെങ്കിൽ പൈസ തരും. 5ൻ്റെ പൈസ അവിടുന്ന് കിട്ടാത്തോ നിങ്ങളോട് പറയാൻ പറ്റൂലല്ലോ. നീ അതെന്നെ ഊമ്പിച്ചിട്ട് മൂഞ്ചിട്ടോ ഞാനുള്ളത് പൈസ ഇല്ലാന്ന് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഊമ്പിപ്പോയത്. അപ്പം എന്തായി കഴിഞ്ഞാലും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അടിപൊളിയാക്കാൻ നോക്കും. പിന്നെ ഇതുകൊണ്ട് ഇവിടെ നിർത്തുന്നൊന്നും നീ വിചാരിക്കണ്ട കേട്ടാ. നേരത്തെ ഇവൻ പറഞ്ഞ പോലെ തന്നെ തെറ്റ് ശരിയും തമ്മിലുള്ള യുദ്ധമല്ല ഇത് യുദ്ധം ഏതാണെന്നറിയാ? എന്തേനും വലിയ തെറ്റും ചെറിയ തെറ്റും തമ്മിലുള്ള പരിപാടിയാണ്. അതുകൊണ്ട് കഞ്ചാവാണ് ഡ്രഗാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരുത്ത പരിപാടി എടുത്ത് വരില്ല. നീ ഊമ്പും വൺ ഡേ എന്നുള്ള ഫുണ്ടേ നീ ഒരു ദിവസം എന്തായാലും ഊമ്പും. ഇവൻ്റെ ഇതും കൂടി പറഞ്ഞതല്ലേ, ഇവൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലേ. ഇവൻ്റെ ഫോർച്യൂണർ എനിക്ക് ഒന്ന് ഒരു 6 ലക്ഷം അങ്ങനെ എന്തോ ഉള്ളൂ, കറക്റ്റ് എനിക്ക് അറിയില്ല. നമ്മൾ എത്രത്തോളം ഞാൻ കഞ്ചാവ് അടിക്കാത്ത സിഗരറ്റ് അടിക്കാത്ത തന്നെ കഞ്ചാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നത്. ആ BMW എനിക്ക് ഒന്ന് എത്രയാ ഒരു 20 ലക്ഷമോ അങ്ങനെ എന്തോ ഉള്ളു. നമ്മൾ പുറമെ 1.5 കോടി എന്നൊക്കെയാണ് പറയുന്നേക്കുന്നത്, അത്ര എന്തോ ഉള്ളൂ. പിന്നെ ബാക്കി എന്താന്ന് എനിക്കറിയില്ല. ഭയങ്കര ചിലവാണല്ലോ അവിടെ. 6 മാസം അടുത്ത് ഫുഡ് ഉണ്ടാക്കിയ ഞാനടാ. മിക്കവാറും പരിപ്പ് കറിയും സാമ്പാറും പിന്നെ എന്താ പറയുക മീൻ പൊരിച്ചതും ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിനൊക്കെ എത്ര റുപ്യ ആവും അറിയാം എനിക്ക്. സുരൈകാരി 1 കിലോക്ക് 43 റുപ്യ. ഇപ്പം 50 റുപ്യ എന്തോ ആയിട്ടുണ്ടോ, 50 റുപ്യ. അതായത് 8-10 ആക്ക് വെക്കാൻ അത് മതി. പിന്നെ പരിപ്പും സാമ്പാറാണ് വെക്കുന്നെങ്കിൽ ഒരു 100 റുപ്യ ആവും. പിന്നെ അതുപോലെ തന്നെ ആ ദിവസം എന്തെങ്കിലും ബുൾസയ്യ അങ്ങനെ എന്തെങ്കിലും ഒരു 5-6 മുട്ട മേടിക്കും. എന്നിട്ട് അതിനെന്തെങ്കിലും കൂടി കുറച്ച് ഏറ്റവും ചുരുക്കി ഒരു 300 റുപ്യ. 300 റുപ്യ അവിടെ ഒരു 10 ആൾ കഴിക്കുന്ന ഫുഡിന് വരുത്തുള്ളൂ. പിന്നെ 2 മെസ്സ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് അറിയാം എനിക്ക്. അവിടെ 2 എപ്പോൾ ഒരേപോലെ ഓനക്ക് എന്തായി കഴിഞ്ഞാൽ മീൻ പൊരിച്ചതും ചിക്കനൊക്കെ കൂടുതൽ വേണം. അത് കിട്ടിയില്ലെങ്കിൽ അപ്പം വിളിക്കും, ജാസി എന്താ എന്നോട് മാറ്റി വെക്കാൻ പറഞ്ഞതല്ല അതല്ല ഇതെല്ലാം പറയും. പിന്നെ
എപ്പോഴും ലൈവ് കഴിഞ്ഞാൽ നമുക്കും സത്യം പറഞ്ഞാൽ വിശക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ സ്വിഗ്ഗിയിൽ നിന്നും സൊമാറ്റോയിൽ നിന്നെല്ലാം ഫ്രഞ്ച്, അതായത് ഫ്രൈഡും മറ്റേതും മറിച്ചതും എല്ലാം ഇവർക്ക് മാത്രം. ഇവൻ അവിടെ വന്നിട്ട് ഇവൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ തിന്നും. എന്നിട്ട് അവിടെ വിഷമം അവിടെ ചില സമയത്ത് എന്നിട്ട് പുറത്ത് പോകുന്ന ആ ഡൈനിങ് ഹാളിൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ താഴെ വരുന്ന സമയത്തുണ്ടാവും അവിടെ ആ ഒരു ഇത് അതും ഓൻ ഏടി വേസ്റ്റ് ഇന്നവരെ ഒരു വേസ്റ്റ് ഓട്ടെ പോയിട്ടില്ല ഓൻ എന്താക്കും അതിൻ്റെ ഓൻ്റെ എല്ലും കാര്യങ്ങളൊക്കെ അവിടെ വെക്കും. എന്നിട്ട് അറിയും ആയിക്കൂടി പോന്നാണ്ടാ പറയും ജാസ് ചെയ്തെടുത്ത് അവിടെ കൊണ്ടുപോയിടും. എടാ നിന്റെ പ്ലേറ്റിൻ്റെ എച്ചിൽ നീ ഇന്നവരെ കഴിയണടാ ഡാഷ് മോനെ. അതൊക്കെ ഞാനല്ലേ കേൾക്കല്. അത് പോട്ടെന്ന് വിചാരിക്കാം അവിടെ എന്തെങ്കിലും മറ്റേ കുറെ ഫെയിമാക്കി. എടാ ഇവനെ ഫെയിമാക്കി തന്നില്ല, അതൊന്നും നമ്മൾ ഇല്ലാന്നോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവൻ ഫെയിമാക്കി തന്നില്ലടാ, അതിന് ഉപകാരമുണ്ട്. പക്ഷെ ഫെയിമാക്കി തന്ന് 24 മണിക്കൂർ ഫെയിമാക്കി തന്നല്ലോ. അതുകൊണ്ട് നിന്നെ പേരിൽ ഈ കുതിര കയറാനും നിനക്ക് പൈസ തരാണ്ട് കണ്ടിട്ട് നിന്നെ ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ആ വീട് നിന്നവരെ കണ്ണിൽ നോക്കിയിട്ട് പോലും സംസാരിക്കാത്ത ഞാനാടാ. ഇത് ഇന്ന് എനിക്ക് നിന്നോട് പറഞ്ഞിട്ടില്ല, നാളെ പറയാൻ പറ്റൂലടാ ഫുണ്ടേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിനക്ക് കുറെ ബന്ധങ്ങളും കാര്യങ്ങളും കുറെ ആൾക്കാർ അടിക്കാനൊക്കെ വിടുന്ന. എടാ ഇനി കൊന്നാലും പ്രശ്നമില്ലടാ, ചത്തോട്ടെ. ചത്തോട്ടെ, എനിക്ക് വലിയ സീനൊന്നുമില്ല, ചത്തോട്ടെ. തെളിയിക്കണം എന്നൊന്നുമില്ല. ഇവന്റെ അന്ധമായിട്ട് നടക്കുന്ന കുറെ ഫാൻസും ആൾക്കാരുണ്ട്. ഇവരോ നമുക്ക് വിശ്വസിപ്പിക്കണ്ട. നമ്മ ഈ പറഞ്ഞ പോലെ ഇതാ കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് സ്റ്റാർബക്സ് ഭാഗത്ത് ചക്കപ്പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇവന്റെ അടുത്ത് ഫോട്ടോ എടുക്കാനും ഇതെടുക്കാനെല്ലാം വരുന്ന പെമ്പിള്ളേരുണ്ടാവുമല്ലോ, ആ പെമ്പിള്ളേരടുത്ത് ഇവന്റെ പരിപാടിയാണിത്. മനസ്സിലായി? ആ പെമ്പിള്ളേരെ കുറിച്ച് പറയുന്ന കാര്യം ഈ പറഞ്ഞ പോലെ കോഴിക്കോട് പോകുമ്പോൾ അവരെ സെക്സ്വലി നോക്കലും സെക്സ്വലി പറയലും പിന്നെ ഒരു 18 വയസ്സാകാത്ത പെണ്ണിനെ എന്താ പറയുക പീഡിപ്പിക്കലല്ല, പ്രണയം നടിച്ച് ഓളെ ഇതാക്കിയിട്ട് എന്താ പറയുക യൂസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മെല്ലെ കണക്ഷൻ ഇളക്കുന്ന പരിപാടി. അതിൻ്റെ എല്ലാം ഇവൻ ഈ പറഞ്ഞ നമ്പർ അടക്കം ഉണ്ട് ഇതിൽ. നമ്മൾ എന്താ ഈ കളവ് പറയുന്നതാ. പിന്നെ ഇവന്റെ ബെറ്റിങ്ങിന്റെ കേസ് അതെല്ലാം വേറെ ഉണ്ട്, അതെല്ലാം വേറെ സാധനം ഉണ്ട്. പിന്നെ ഇതാ VR വെച്ചിട്ട് വാണം വിടല്. ഇത് പഴയ തൊപ്പി എന്ന് പറയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, പഴയ തൊപ്പിയാലും പുതിയ തൊപ്പിയാലും ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ഇവൻ വന്നേന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാ സാമാന്യം കാണിച്ച് ഇതാണ് ഇവന്റെ പരിപാടി. മനസ്സിലായോ? ഇതാ VR നോക്കിയിട്ട് ഇതാ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സാമാനവും പിടിച്ചിട്ട് മനാൻചാന്റെ വ്ളോഗും കണ്ടിട്ട് ഇത് വിടും. മനസ്സിലായോ? ഇതാ 18 വയസ്സ് തികയാത്ത പെണ്ണിനെ പിടിച്ച് കളിക്കുക. മനസ്സിലായോ? 18 വയസ്സ് തികയാത്ത പെണ്ണിനെ പിടിച്ച് കളിക്കുക. പിന്നെന്താ ഈ ഡ്രഗ്സ് അടിച്ച് നടക്കുക, കഞ്ചാവ് ഡെയിലി അടിക്കുക. ഡെയിലി അല്ല, ആഴ്ചയിൽ ഒരിക്കലും അടിക്കുക. ഇവിടുന്ന് കിട്ടുന്നത് എന്താണെന്നൊക്കെ അറിയില്ല. ഈ പറഞ്ഞ പോലെ ഇത് അടിക്കുക. ഇവന്റെ വീട്ടിൽ നിന്നിട്ട് നമ്മൾ ഇത് അടിക്കാന്ന് പറഞ്ഞാൽ ഇവൻ എന്താ പൊട്ടനാണോ? അല്ല റാംബോ എന്തോ പൊട്ടനാണോ? ഇവരെന്താ ഇത് കാണാണ്ടിരിക്കാൻ വേണ്ടി ആൾക്കാരെ പേപ്പിച്ചു പോലും. കള്ളുടിക്കുമ്പോ നിന്റെ ഒപ്പം ഉണ്ടായില്ലടാ, നീയല്ലടാ ഈ ജേഡിയും വേറെ എന്ത് ഞാൻ കാണാത്ത എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതൊക്കെ മേടിച്ചു കൊടുത്ത അത്ര പൈസ ഉണ്ട് ഓരോ സാധനത്തിനും. എടാ ഞമ്മക്ക് എനിക്കെല്ലാം പ്രൊമോഷൻ ചെയ്ത് എത്ര കിട്ടിയ മെൽവിന് കൊടുക്കണം. മെൽവിന്റെ അത് കഴിഞ്ഞിട്ട് ആക്സിഡന്റ് ആയ സമയത്ത് ഞാൻ എന്താക്കിയെന്നേടാ, പിന്നെ ഒരു വീട്ടില് ഭക്ഷണത്തിന് സെറ്റ് ചെയ്ത് ആ വീട്ടിലും ഞാൻ പറയടാ കൊടുക്കാൻ ഇവിടെ പൈസ കൊടുക്കണം. കഷ്ടപ്പെട്ട് കൊടുത്താടാ ഇവർക്കല്ലോ. ആ മേറിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, പക്ഷെ ഒന്നുമില്ല. മോളെ മെഹർ എന്ന് മാത്രല്ല ഗ്യാങ് ഹൗസിൽ വന്ന ഒരു മിനിറ്റടാ ഇതേടാ അത് നോക്കണ്ട എല്ലാത്തിലും. ഇപ്പൊ സത്യം പറഞ്ഞ ഫയലൊക്കെ ഷഫിൾ ആയിട്ടാണ് നേരത്തെ. അതാ പറഞ്ഞ നമ്മൾ പോലെ വരാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് പണി കിട്ടിയത്. നമ്മൾ ഈ പ്ലാനും പരിപാടി അല്ലാണ്ട് ഉള്ള സത്യങ്ങൾ തുറന്നു പറയാന്നുള്ള ഇതിലാണ് നമ്മള് വന്നത്. അതാണ് സംഭവം. കണ്ടിട്ടാണ് എല്ലാത്തിനും. എന്നും കുറെ സാധനം ഉണ്ട് കേട്ടാ, എന്നും കുറെ സാധനം ഉണ്ട് കേട്ടാ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, എന്നും കുറെ സാധനം ഉണ്ട്. ഇതെല്ലാം കൊണ്ട് വരാം, നാളെ വരാം. കുറച്ച് സാധനം ഉണ്ട്. ഇതെല്ലാം ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ. ഇന്നത്തേക്ക് ഇത് മതി. ഇത് നാളെ വരുമല്ലോ. നാളെ വരാം. ബാക്കിയുള്ള അതായത് കേരളം പറക്കുന്ന രാജാവിന്റെ ഒപ്പം നടക്കുന്ന ഡോബർ എന്ന് പറയുന്ന എന്തിനും ജയിലിൽ പോയാൻ വരെ തയ്യാറായി എന്ന് പറയുന്ന ക്രീം ബിസ്ക്കറ്റ് നിന്ന് ഷാജഹാനെ കണ്ടിട്ട് ബക്കറ്റും കമത്തിയിട്ട് മുകളിൽ കയറിയിട്ട് കിളിവാതിലൂടെ ഒളിഞ്ഞു നോക്കി ആ റാംബോ ഉണ്ടല്ലോ, ഓനും വരുമല്ലോ നാളെ. എന്നെ എന്താ ഭരിക്കല്? ഷമീറിനെ ഒരിക്കൽ ഭരിക്കാൻ നോക്കി. എവിടെന്നറിയാം? ലാംബൂസ് ക്യാമറ ഇല്ലേ, അവിടുത്തെ ഫൂട്ടേജ് ഉണ്ടെങ്കിൽ എങ്ങനെ കിട്ടുമെന്ന് നോക്കണേ. ആ ലാംബൂസ് ക്യാമറ ഏത് കോഴിക്കോട്, നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ. ആ കോഴിക്കോട് ലാംബൂസ് ക്യാമറ ഞാൻ അതിന് പണ്ട് ക്യാമറ കൊടുത്തു. അവിടെ എന്തോ ഒരു സാധനം എടുക്കാൻ പോയി, മൈക്കോ ഓസ്മോ എന്തോ. അവിടെ പോയപ്പോ ഷമീറിനോട് എന്തോ പറഞ്ഞു ഇരിക്കുക. റാംബോ ഇങ്ങനെ കുറെ എന്തൊക്കെയോ ഇങ്ങനെ ആക്കി. ഷമീറിനോട് ആക്കലേന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അല്ല നിക്ക് കേക്കുമ്പോ കണ്ടോ
നമ്മൾ കളു പറഞ്ഞെന്നല്ല നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഇത് ഓന്റെ കാർ നമ്മളെടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണണ്ടേ? വീഡിയോ നിങ്ങൾക്ക് കാണേണ്ടത്. നിങ്ങളെല്ലാം പറഞ്ഞ വീഡിയോ കാണണമെന്ന്. ഇത് കണ്ടിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ചാളുണ്ടെങ്കിൽ ഈ നാറിന്റെ അടുത്തൊന്നും പെണ്ണിന് അല്ലെങ്കിൽ പെമ്പിള്ളേരെ ഒന്നും കൊണ്ട് പോവല്ലേ, മനസ്സിലാ? പോവല്ലേ. കണ്ട പാവത്തുങ്ങളെ കിട്ടോ കളിക്കാൻ ഇവൻ ചോദിക്കുന്ന കാര്യ ഇതാ. നിങ്ങൾക്കെല്ലാം വീഡിയോ ഉണ്ട്. ഇത് ഓന്റെ കാറല്ലാന്ന് പറയാൻ പറ്റോ? ഇത് കുര്യനല്ലാന്ന് പറയാൻ പറ്റോ? ഇത് കുര്യനല്ലാന്ന് പറയാൻ പറ്റോ? ഓന്റെ കാറിന്ന് ഞാൻ പറയാം, ഓന്റെ കാറിൽ പോകുമ്പോഴുള്ള കാര്യം ഇത്, മനസ്സിലായോ? ഓന്റെ പരിപാടി പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടുമെന്ന് ഇവൻ ചോദിച്ച കാര്യം നോക്കിയ. പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടോ? വിശ്വസിക്കൂലടാ, ഇതും നിങ്ങൾ വിശ്വസിക്കൂല, മനസ്സിലായോ? എടാ നമ്മളതിലുള്ള തെളിവുകൾ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യാണ്ട് ഈ പറഞ്ഞ പോലെ ഉള്ളതെല്ലാം ടെലിഗ്രാമിൽ എടുത്ത് ഇട്ടുകൊണ്ട് മാത്രമാണ് അങ്ങനെ. നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. കാരണം നമ്മളതിൽ പൈസ ഇല്ല കൈസ്. നമ്മളതിൽ ഈ പറഞ്ഞ പോലെ ഇവന്റെ അത്ര സ്വാധീനം ഇല്ല, പൈസ ഇല്ല, ഇവന്റെ അത്ര ബുദ്ധിയില്ല, അല്ലെങ്കിൽ ഇവന്റെ അത്ര ഇതുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുത്തനും ചതിച്ചിട്ടോ ഇതേപോലെ ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ട് നമ്മൾ ഇന്നേ വരെ ജീവിച്ചിട്ടില്ല, മനസ്സിലായോ? ഒരു മിനിറ്റ് അത് പറയാം. ഇവനെ ഡ്രഗ്സ് കൊടുത്തിട്ട് എന്തെല്ലാം ചെയ്യിപ്പിച്ചെന്നറിയോ മമ്മൂന്റെ? ആ കാര്യം കൂടി പറയടാ. പ്രൂഫല്ല നിങ്ങൾ ചോദിച്ചത്? പ്രൂഫ് കിട്ടിയപ്പോ എനിക്ക് ഒരു സ്റ്റൂൾ എടുത്തിട്ട് ഒരിക്കലും മമ്മു സംസാരിക്കുമ്പോല്ലേ ഓന്റെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഉമ്മ സത്യം ഞാൻ കേട്ടെ. ഞാൻ കുണ്ടനല്ലടാ, സത്യമായിട്ട് ഞാൻ കുണ്ടനല്ല. എന്റെ ഉമ്മ സത്യം ഞാൻ കാര്യം പറയാം. എടാ ഞാൻ ഇന്നേ വരെ കുണ്ടൻ, ഞാൻ സ്ട്രെയിറ്റ് ആടാ അതുകൊണ്ടല്ലടാ ഒരു ഫോൺ നോക്കിയിട്ട് ഞാൻ ഇത് ചെയ്യുന്നത്. കുണ്ടനാണ് ഞങ്ങൾക്ക് മമ്മൂനെ കൊണ്ടുപോയിട്ട് ഇതാക്കിയാ പോരെ. ഈ കുണ്ടൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ കുണ്ടൻ എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. ഞാൻ അതിനറിയാം കുണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുന്നു. ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് അങ്ങനെ തന്നെ പറഞ്ഞല്ലോ നീ. ഡ്രഗ്സ് കൊടുത്ത് കുട്ടികളാക്കുന്നു പറഞ്ഞിട്ട് നീ അത് അടുത്ത കാണിച്ച വീഡിയോ ഏതാ? ഇവൻ ഇങ്ങനെ വാണം പെടുന്നത്. എടാ നമ്മള് ഇവൻ ഫോൺ സൈറ്റ് നോക്കിയിട്ടാ വാണം പെടുന്നത്. നീ അവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയ ആൾക്കാർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടെങ്കിൽ ആ പോസ്റ്റ് നോക്കിയിട്ടാ വാണം പെടില്ല. ഇല്ലേ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ ഗാങ് ഹൗസ് ഫോട്ടോ എടുക്കാൻ വന്ന് പോയ ആൾക്കാർ പോകുന്ന സമയത്ത് അവിടെ സ്റ്റോർ റൂം ഉണ്ട്, സ്റ്റോർ റൂമിന്റെ അടുത്ത് ജനൽ കൊടുത്തിട്ട് ആടുന്ന നീ വാണം പെടില്ല. ഇവൻ ഫോൺ സൈറ്റ് നോക്കിയിട്ടാണ് വാണം പെടുന്നത്. അത് ആണുങ്ങൾ വിടും, അണ്ടിയൊക്കെ ഉള്ളവർ വിടും. ഓക്കെ, അതിന് സീനൊന്നുമില്ല. ഞാൻ ബാത്റൂമിൽ ഇവിടെ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്നേ വരെ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ വാണം വിട്ടിട്ടില്ല, കള്ളും കുടിച്ചിട്ടില്ല, സിഗരറ്റും വലിച്ച തെളിയിക്കാൻ പറ്റിയ പാടാ. എന്റെ ഐഫോണും തരാം, വീടിന്റെ ആധാരം വെച്ചിട്ട് 3 ലക്ഷം റുപ്യ തരാം. പോയി ഗൊഗ്ഗൊക്കെ ആക്കടാ. എടാ ഞാനൊരു കാര്യം വിട്ടടാ. നമുക്ക് ഈ പറഞ്ഞ പോലെ പൈസ ഇല്ലാത്തതുകൊണ്ടും ഫെയിം ഇല്ലാത്തതുകൊണ്ടും ഇവൻ നേരത്തെ ഒരാൾ അയച്ചതാണ് ഈ പറഞ്ഞ പോലെ തൻസി എന്ന് പറഞ്ഞ. നിങ്ങൾ പണ്ടെല്ലാം കാണുന്നവർക്ക് അറിയാം തൻസി ആരാന്ന്. ക്യാമറമാൻ ആയിരുന്നു അവന്റെ. തൻസീനെ അയച്ചിട്ട് ഓൻ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞ പോലെ. ഓന്റെ ഈ എന്തോ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഇതാക്കും പോലും ഓൻ നമുക്കെതിരെയുള്ള തെളിവുകൾ തപ്പിക്കൊണ്ടിരിക്കുന്നു, മനസ്സിലായ? നമുക്കെതിരെയുള്ള തെളിവുകൾ ഓൻ തപ്പിക്കൊണ്ടിരിക്കുന്നു ഓന്റെ പരിപാടി, മനസ്സിലായ? ഇതൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല കഴിച്ചു. ഇതെന്താ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ നാറി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. ചെറിയ പെമ്പിള്ളേരെയോ ഇവന് 18 വയസ്സിന്റെ മുകളിൽ നിന്നൊന്നില്ല, 18 വയസ്സിന്റെ താഴെയുള്ള പെമ്പിള്ളേരെ കുറിച്ച് വരെ ഇവൻ പറഞ്ഞ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഇവനല്ല, ഇവന്റെ റാംബോ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞ കഥ. ഏത് വാശി കയറിയിട്ട് ഒരു പെണ്ണ് എന്നോട് സംസാരിച്ചുകൊണ്ട് ഓൻ എന്ത് ചെയ്ത് ആ പെണ്ണിനെ പിടിച്ച് കളിച്ച്, അന്നെ പോടാ പുണ്ടച്ച് മോനെന്ന് പറഞ്ഞിട്ട് ഇവൻ കാറിൽ ഇതാക്കിയിട്ട് ഇവൻ കളിച്ച്, മനസ്സിലായ? നിങ്ങൾക്കിത് മനസ്സിലാത്തോണ്ട് ഇവന്റെ പൊയ്മുഖം പുറത്ത് വരണം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടും റെഡിയാക്കിയിട്ടും ആദ്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇതാക്കായിരുന്നു, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു. നമുക്കത് അറിയില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ ഉള്ള ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ 5000 രൂപേന്റെ ക്യാമറയും ഇതെല്ലാം വെച്ചിട്ടാ കഴിച്ച് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വേറെ ഇതറിയില്ല. ഈ സത്യം നമ്മളാടുന്ന് ഈ പറഞ്ഞല്ലോ, ഇവൻ പറഞ്ഞല്ലോ നമ്മളെന്തോ ഇത് ചെയ്തു എന്നുള്ള കാര്യം. ഇവനാന്ന് കഴിച്ച് ഈ പറഞ്ഞ പോലെ ആളെ വിട്ടിട്ട് പൈസ വേണമെങ്കിൽ തരാന്ന് പറഞ്ഞത്. നമുക്കത് വേണ്ട. ഇവന്റെ സത്യം, ഇവൻ ആരാന്നുള്ള കാര്യം ആൾക്കാരറിയണം. ഈ കാണുന്നൊരു 45,000 ആൾക്കാരുണ്ടല്ലോ, ഈ 45,000 ആൾക്കാര് ഒരു പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിന്റെ എന്തോ ഒരു ഓഡിയോ മീൻസ് വെച്ചിട്ട് എന്തോ ഒരു ഫാബ്രിക്കേറ്റഡ് പ്രൂഫ് ആക്കാൻ വേണ്ടിട്ട് തെളിവാക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ പെണ്ണിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ പെണ്ണിനെ കാണിക്കില്ല കുറച്ചു മുമ്പ്. ഇവൻ പണി വിട്ട എല്ലാ ആൾക്കാരും ആ പെണ്ണിന്റെ ഞാൻ അത് ഹൈഡ് ചെയ്തിട്ട് ഇതിലേക്ക് പ്രൊഫൈലാണ് ചിലപ്പോ ഓൻ പണിയിട്ട് എത്ര ആളെ ഗർഭം കലക്കിയിട്ടുണ്ടാവും, എത്ര പെമ്പിള്ളേരെ ഗർഭം കലക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ച ആ പെണ്ണിന്റെ മെസ്സേജ് ഇപ്പൊ അൺസെൻഡ് ആയി. വെയിറ്റ് ഞാൻ കാണിച്ചു തരാം, അതും കാണിച്ചു തരാം. നമുക്കടാ ഇവന്റെ സത്യം പുറത്തു വരണോടാ. ഇവൻ നാറിയാന്നുള്ള ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാ വീഡിയോ അല്ല നിങ്ങൾ ചോദിച്ചത്, എടാ ഇവനെല്ലാന്നോടാ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ മറ്റേ യൂട്യൂബിലും അത് പൈസ കൊടുത്തിട്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞ അതെല്ലാം തന്നെ ഇവന്റെ പരിപാടി. പൈസ കൊടുത്തിട്ട് ആ പെണ്ണിന്റെ ഇത് കാണിക്കില്ല.
ഞാൻ മെസ്സേജ് അയച്ചത് പിന്നെ ഫുൾ ഒരു പേരാണോ ഇങ്ങനെ കാണിക്കും. നമുക്ക് ഇതിന്റെ ഒന്ന് ടെക്നിക്കൽ വലിയ വശമൊന്നും അറിയാം. ആ പെണ്ണ് മൊത്തം മെസ്സേജ് അൺസെൻഡ് ചെയ്തു. ഇപ്പൊ മൊത്തം മെസ്സേജ് അൺസെൻഡ് ചെയ്തു. ഗൈസ് ഒരു കാര്യം പന്നി ഒരു കാര്യം കൂടി പറയാ, ഒരിക്കലും നമ്മൾ ചെറ്റത്തരം ചെയ്യൂല. നിങ്ങൾ പ്രൂഫ് വന്നു കഴിഞ്ഞാൽ പ്രൂഫ് മാത്രമേ തരൂ, നിങ്ങൾ എക്സ്പോസ് ചെയ്യൂല. പ്രൂഫ് മാത്രം ഓൻ കാരണം ലൈഫ് പോയ ആരായാലും മെസ്സേജ് അയക്കാം. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ തെളിയിക്കാണ്ട് നമ്മൾ ഡീൽ ചെയ്തരാം. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഒന്നും ടെക്നിക്കലായിട്ട് ഇതിന്റെ ഒന്നും വലിയ ഓൻ ചെയ്യുന്ന പോലെ ഒന്നും പറ്റിക്കാൻ അറിയാത്ത എന്തായാലും ആരെങ്കിലും ഒരാൾ ഇതിനായിട്ട് ഇറങ്ങണുണ്ട്. ഇതെന്താ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് നിങ്ങൾ അവിടുന്ന് ഇറങ്ങി, ഇത് എന്തുകൊണ്ട് കാണാണ്ട്. അച്ചായന്റെ കാര്യം ഞാൻ ഒരു കാര്യം കേട്ടോ, അച്ചായന് പൈസ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇവൻ ക്രിപ്റ്റോന്നും ആ ടൈമിനാണ് ആ കളമശ്ശേരി എന്നുള്ള സമയത്ത് പൈസന്റെ പോയതാ അച്ചായൻ. എന്റെ എന്താ അതിനും തെളിവില്ല, വിശ്വസിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. എന്താ പറഞ്ഞറിയോ ആ ചാകം കിടക്കുന്ന തള്ളക്ക് ഞാൻ എന്തിനാ പൈസ കൊടുക്കുന്നത്? ഉമ്മ സത്യം, എന്റെ പെറ്റുമ്മ സത്യം, ഞാൻ കേട്ടതാണ്. അച്ചായ പൊന്നച്ചായ, നിങ്ങൾ പോയത് നന്നായി. നിങ്ങൾ തുറന്നു പറയണം. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം. അച്ചായ വാങ്ങുമെന്ന് അറിയില്ല, പക്ഷെ അറിയുമെങ്കിൽ അത് തുറന്നു പറയണം. അച്ചായ നിങ്ങൾ പോയത് നന്നായി. ഞാൻ കാര്യമായിട്ട് പറയാം, നിങ്ങൾ പോയത് നന്നായി. നിങ്ങളെ അതായത് അമ്മ വിട്ടുപോയി എല്ലാവർക്കും അറിയാം. ആ അമ്മേനെ പോലും ആ നിയാദ് എന്ന് പറഞ്ഞ പൊലയാടി പുണ്ടച്ചി മോൻ പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി ഹോസ്പിറ്റൽ ആയിരുന്ന സമയത്ത്, അതായത് അച്ചായന്റെ അമ്മച്ചി ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ആസ്റ്ററിൽ തന്നെ ആസ്റ്ററിലാണ് അമ്മച്ചി കടന്നത്. ഈ പൂറി മോൻ എന്താ പറഞ്ഞറിയോ? ഞാൻ അത് പറയുന്നില്ല. എനിക്ക് കുറച്ച് ഇതുണ്ട് മുത്തേ. ഞാൻ ബാക്കി എന്തും ചെയ്യും. ഞാൻ എന്തും ചെയ്യും. പക്ഷെ ഈ ഉമ്മ മാറിയും പ്രായത്തിനനുസരിച്ചല്ല നമ്മള് കുറച്ച് ബഹുമാനിക്കുന്നുണ്ട് ബ്രോ. അതുണ്ട് നമുക്കുണ്ട്. ഓനിക്കില്ലെങ്കിലും നമുക്കുണ്ട്. ഓൻ പറയാ പിന്നെ കിടക്കുന്ന തള്ളക്ക് എന്തിനാ ഞാൻ പൈസ ചെലവാക്കുന്നത് പറഞ്ഞിട്ട് പുതിയ സ്ക്രിപ്റ്റ് ഇറക്കിയ നാറിയാണ്. എന്നിട്ട് പറയാ അമ്മ അതിനെ കുറിച്ച് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റെങ്കിൽ തെളിയിക്കടാ. ഇന്നലെ തന്നെ ഓന്റെ അൺബാൻ ആക്കി. എന്തിനാ കള്ളത്തരം പറയുന്നത്? അതിന്ന് ഒരു 5 പൈസ കിട്ടായിട്ട് ഇവൻ ഒഴിവാക്കിയത്. ഇവന്റെ ഷൂവിന്റെ തുടങ്ങിയല്ല, നീ നിർത്തിച്ചല്ല പറഞ്ഞിട്ട്. എടാ എന്തിനാടാ വെറുതെ ഓരോ കാര്യം? നിന്റെ അത്രയും വലിയ ഇൻസ്റ്റ പോക്കണോ? അതിനെ പോക്കാൻ തന്നെ എത്ര പൈസ ഉണ്ടാവും? ഞാൻ എന്റെ കാര്യങ്ങൾ പറയട്ടെ. എല്ലാ ഇഷ്യൂസ് എല്ലാ കുണ്ണിയും എല്ലാം ഞാൻ പറഞ്ഞുതരാം. കേട്ടിരാ ഉണ്ട്, വീഡിയോസ് ഉണ്ട്. ഇത് നമ്മള് നാളെ ഇതും കൊണ്ട് വരും. മനസ്സിലാ? നാളെ നമ്മള് പ്രോപ്പർ കുറച്ചും കൂടി സാധനങ്ങൾ വീഡിയോസ് കൊണ്ട് നമ്മൾ ഞാൻ മുമ്പിലൊന്ന് പെണ്ണുങ്ങളെയും കൊണ്ട് പോവല്ലടാ മക്കളെ. ഇവന്റെ മുമ്പിലൊന്ന് പെണ്ണുങ്ങളെയും കൊണ്ട് പോവല്ല. ഇവൻ പെണ്ണ് പിടിയനാ. ഒന്നാമത്തെ കാര്യം, എത്രയോ പെൺപിള്ളേർക്ക് 18 വയസ്സാകാത്ത പെൺപിള്ളേർക്ക് വരെ വയറ്റിലാക്കി കൊടുത്തിട്ട് ഇവൻ പറയുന്നത് നിങ്ങൾ വോയിസ് അടക്കം കേട്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നാ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, പെണ്ണിനെ പിടിച്ച് പാവത്തിനെ പിടിച്ച് പണ്ണണം. അതാണ് ഇവന്റെ ആഗ്രഹം. പാവം പെൺപിള്ളേരെ പിടിച്ച് കളിക്കുക. മനസ്സിലായി? അവരാകുമ്പോൾ കേസിനും ഇതിനൊന്നും പോകില്ല എന്നാ പറയാ. അങ്ങനത്തെ പെൺപിള്ളേരെ പിടിച്ച് കളിക്കുക എന്നുള്ളതാണ് ഇവന്റെ ഹോബി. മാമു ബാക്കി നീ മറ്റേ ബാംഗ്ലൂരെ കേസ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. എല്ലാം കുറച്ചങ്ങോട്ടിരുന്നു വീഡിയോ കണ്ടു. അതാ പറഞ്ഞത്. സീരിയസ്ലി കോൺഫിഡൻസ്, കാരണം നമുക്കറിയാം നിങ്ങളെല്ലാം കൂട്ടത്തിലുള്ള പെങ്ങന്മാരെ പോലും ഇവൻ പേപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പോലും അത് അറിയണ്ടാവില്ല. ഇവൻ ഈ ഫെയിം ഇതുള്ളതുകൊണ്ട് പെണ്ണുങ്ങൾ വന്നു പോയില്ലടാ മറ്റേ വീട്ടില്. അതല്ല ഞാൻ പറയട്ടെ. രണ്ട് മാസം മുമ്പ് ഒരു പെണ്ണിനെ ചെയ്തതിന്റെ പെണ്ണ് മെസ്സേജ് ഇത് സംസാരിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഇതായിട്ട് നമ്മൾ വരും. ഓക്കെ അല്ല, നാളെ നമ്മള് കുറച്ചും കൂടി തെളിവായി നാളെ പറഞ്ഞാൽ മതിയാ. നാളെ പറയാം. അങ്ങനെ കാരണം ഇന്ന് പറയേണ്ടതെല്ലാം ഓൾറെഡി പറഞ്ഞു. ഇനി നാളെ അപ്പുറത്തുനിന്ന് ഒരു ലൈവ് ഉണ്ടാവും. ഈ റാംബോ എന്ന് പറഞ്ഞാൽ പുതപ്പ് പട്ടിന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അപ്പുറത്ത്, ഓൻ നാളെ ലൈവ് ഉണ്ടാവും. ഇനിയിപ്പൊ ഇതിനെല്ലാം ഭയങ്കര ചിലപ്പോ അനക്കൊന്ന് നാളെ കരഞ്ഞിട്ടുള്ള ഒരു ലൈവ് ആയിരിക്കും നിങ്ങൾ കാണാൻ.
സീറോ പ്രൂഫ് എന്നല്ല പറഞ്ഞ, സീറോ പ്രൂഫ്. ഇതിന്റെ അപ്പുറത്തോട്ട് എന്താടാ പ്രൂഫ് വേണ്ടേ? ഇതിന്റെ അപ്പുറത്തോട്ട് എന്താടാ പ്രൂഫ് വേണ്ടേ? ഓന്റെ കാറിൽ നമ്മൾ ബാക്കിലിരിക്കുന്നു, ഇതാ കണ്ടോ. ഇതാ അത്രയും പാവം ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. എടാ ഒന്ന് ബായി പൂട്ടടാ, ഒന്ന് കേൾപ്പിച്ചു കൊടുക്കട്ടെ. നിക്ക്, സീറോ പ്രൂഫ് എന്ന് പറഞ്ഞ ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് ഇതാ, ഇതിന്റെ അപ്പുറത്തോട്ട് എന്താടാ പ്രൂഫ് ഉണ്ട്? ഓന്റെ കാറിലിരുന്ന് ഓൻ പെമ്പിള്ളേരെ കുറിച്ച് പറയുന്നേന്ന്. പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടുമെന്നാണ് ഇവൻ ചോദിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തോട്ട് പ്രൂഫ് ഉണ്ടല്ലോ, പാവത്തിങ്ങളെ കളിക്കാൻ കിട്ടുമോ? ഇവന്റെ ഹോബിയാണ്. പാവം പെമ്പിള്ളേരെ കാണുമ്പോൾ, പൈസ ചെയ്തൊന്നില്ലാത്ത വീട്ടിലുള്ള പെമ്പിള്ളേരെ കാണുമ്പോൾ പിടിച്ച് കളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ ചെയ്ത് കൊടുത്ത് വയറ്റിലായി കഴിഞ്ഞാൽ എന്തെല്ലാം സാധനവും മേടിച്ച് കൊടുത്ത് ഇതാക്കിയിട്ട് പണി കൊടുക്കുക. ഇതിന്റെ ഇതിനെക്കാട്ടി വല്ല തെളിവാണ്ടല്ലോ. ഞാൻ പറയുന്നത് പോലീസ് കേസെടുക്കണം, മനസ്സിലാ? 18 വയസ്സ് തികയാത്ത എത്ര പെമ്പിള്ളേർ ഇവൻ പേപ്പിച്ചിട്ടുണ്ട് അറിയോ? എത്ര അന്റെ വീട്ടില് പെങ്ങളുണ്ടാ, അന്റെ വീട്ടില് പെങ്ങളുണ്ട്, മനസ്സിലാ? അതുകൊണ്ട് 0% പ്രൂഫ് എന്ന് പറയുന്ന മൊണ്ണക്കല്ല ഞാൻ ഇപ്പൊ കാണിച്ചത്, മനസ്സിലാ? ഇത് കാര്യം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, മമ്മു കൊണ്ടാടാ ശരിക്കും ആരെ കൊണ്ടാടാ നീയാതെ. ഞാൻ ഗൈസ് ഓൾറെഡി ഞാൻ നാറി. കാരണം ഇല്ലാത്തൊരു കുറ്റവും പറഞ്ഞ് ഞാൻ ഷമീറിന് വീഡിയോ കാണിക്കാണ്ടല്ലോ സംസാരിച്ച് പറഞ്ഞു കൊടുക്ക്. ഞാൻ ഞാൻ പറയട്ടെടാ, ഞാൻ അത്ര സമയാണോ? അതായത് എനിക്ക് ഇഷ്ടം പോലെ ഗേൾസും ലേഡീസും മെസ്സേജ് അയക്കുന്നുണ്ട്. പറയാൻ പേടിയാവുന്ന വോയിസ് കേൾപ്പിക്കോ, നിങ്ങള് ഫോട്ടോ കാണിക്കോ. ഒന്നും കാണിക്കൂല, ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോ. നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും കാണിക്കൂല. ഫുൾ ഇതിൽ നാളെ കുറച്ചും കൂടി ഇതായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് നമ്മൾ സേഫ് ആക്കിയിട്ട് മാത്രമേ ചെക്ക് ചെയ്ത് നോക്കൂട്ടാ, ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇതാക്കും, അല്ലാണ്ട് എല്ലായിടത്തും ഇതാക്കൂല. നീ ഇതാക്കി നമുക്കും ബാധിക്കും. നിന്റെ കാര്യം പറ. മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് നിന്നെന്താ ചെയ്തേന്നും? അവിടെ മുത്തേ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടു മുമ്പേ കളമശ്ശേരി വീട്ടിൽ നിന്ന് ഇവൻ നമ്മളെ കൊണ്ടുവരാമെന്നല്ല പറഞ്ഞത്. ഉമ്മ സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവന്റെ വായിലിട്ടിട്ടില്ല. അങ്ങനെ നീയാതെ എനിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കാണ്, എനിക്ക് അത്ര എനിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ എടാ നായിന്റെ മോനെ ഞാൻ കത്തി ഇവിടെ വെക്കും, കേട്ടടാ? നീ തെളിയിക്കാൻ അത്ര തെളിയിക്കാൻ ധൈര്യം തന്തക്ക് പറഞ്ഞവനാണ്. അതായത് എടാ ഞാൻ ഉള്ള മൊത്തത്തിൽ ഞാൻ പറയും, കാരണം ഞാൻ ഓൾറെഡി ഇവൻ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇവന്റെ സാമാനം ഇവന്റെ ഇതുവാണ് പബ്ലിക്കിലേക്ക് ഇട്ടത്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ നിയാദ് എന്ന് പറഞ്ഞ കുണ്ണേ, നീ കള്ള് തന്ന് കള്ളല്ല കല്ലല്ല കല്ലും എല്ലാം നിയാദ് തന്ന്, എല്ലാം തന്ന്. ഇപ്പുറത്തുനിന്ന് ഏതോ ഒരു പണി ഇതേപോലത്തെ കൊറേ പെമ്പിള്ളറ ഓന് ഞങ്ങക്ക് അതിന്റെ ഇത് പറയാൻ പറ്റില്ല ക്ഷമ, ഞാൻ എന്തല്ലോ പറഞ്ഞു. എന്താ പറയാ, കൊറേ പെമ്പിള്ളറ പയപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏതൊരു പെണ്ണ് എടാ ഞാൻ കണ്ടിന് മുത്തേ, ഞാൻ കണ്ടിന്. അതായത് കളമശ്ശേരി വീട്ടിലേക്ക് ബ്രേക്ക് എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ഒരു മാസം. ഞാൻ പറയട്ടെ, പറയുമ്പോ മൊത്തത്തിൽ പറയണോ, അല്ലാണ്ട് ഒന്ന് മാത്രം പറത്തി പിന്നെ നാളെ മറ്റേത് ഇതാക്കണെന്ന് പറയണോ? കാരണം ഞാൻ കണ്ടതാണ്. അതായത് നിയാദിന്റെ കൂടെ ഇത്രയും നിന്നിട്ടുള്ള ഞാന് ഇവൻ ഡെയിലി ഓരോരോ പെമ്പിള്ളറാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം ഞാൻ കാണുന്നതും പിന്നെ എന്നോട് പറയും, എടാ ഇങ്ങനെ വീടെല്ലാം വൃത്തിയായി ഇതാക്കണം, കാരണം പെണ്ണ് വരുന്നതാണ്, പിന്നെ നീ അധികം പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ, നീ ഉള്ളിൽ തന്നെ ഇരിക്കണം, പിന്നെ ഈ ഓളെ ഇന്നെ കണ്ട ഭയങ്കര ഇതാവും, എല്ലാം തന്നെ ഇപ്പൊ ക്യൂൻസേന് സെറ്റാക്കിട്ട് തന്നെ ഇങ്ങനെയല്ല പറയുന്നത്. ഞാൻ ക്യൂൻസേ പോയിച്ച സെറ്റാക്കില് ഞാൻ കൊച്ചിയിൽ ഇങ്ങനെല്ലാം പറയുമ്പോൾ മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് കളമശ്ശേരി എന്നുള്ള വീട്ടിൽ നിന്നുണ്ടല്ല മൊത്തം പെമ്പിളറും കഞ്ചാവും കള്ളും MDMA-യും. എടാ ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഇവൻ കേസിൽ കുടുങ്ങുന്നത്. ആ ബാംഗ്ലൂരിന് ശേഷമാണ് ആ കേസിൽ കൊടുക്കുന്നത്. പ്രൂഫ് മുത്തേ ഇതിന് പ്രൂഫില്ല, ഞാൻ ഉള്ള ഓർന്ന് പറയാം, ഇതിന് പ്രൂഫില്ല. പ്രൂഫ് ഇതാ നാളെ വരും. എല്ലാ പെമ്പിളറും നാളെ വേണേ മെസ്സേജ് അയക്കും. അന്നേരം കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മതി. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ ചെയ്യിപ്പിച്ചത് ഇവൻ എനിക്ക് കള്ള് തന്നു കേസ്, ഇവൻ കള്ള് തന്ന്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു പെണ്ണ്, ഇവൻ അടുത്ത ദിവസം ഏതൊരു പെണ്ണ് ഇവനെ ഇങ്ങനെ എല്ലാം മൊത്തം ചെയ്തിട്ട് എന്നെ വിളിക്കുക ആ റൂമിലേക്ക് എന്നെ വിളിച്ച്. അതായത് ഇവര് ഇത് ചെയ്തുകൊണ്ടിരിക്കല, ചെയ്ത് നിൽക്കുമ്പോ മമ്മൂന്ന് വിളിച്ച്, എടാ ഇങ്ങ് വാടാന്ന് പറഞ്ഞു. എന്നോട് അറിയാം അടിച്ചങ്ങ് കിണ്ടിയായിട്ടുള്ളത്. നീയാന്ന് പറഞ്ഞ അടിച്ചാ പിന്നെ അങ്ങ് സുൽത്താനാന്ന് അവന്. എന്നോട് ഇവൻ പറയാം, നീയാന്ന് പറയാം, എടാ മമ്മു എനിക്ക് ഇവളത്ര
സുഖം കിട്ടുന്നില്ല. ആ പെണ്ണിന്റെ മുമ്പെന്ന്, അതായത് ആ പെണ്ണിന്റെ മുമ്പെന്ന് എന്നോട് ഇവൻ പറയാ എനിക്ക് ഇത്ര സുഖം കിട്ടുന്നില്ല. അപ്പൊ ഇവളെന്താ വിചാരിക്ക? പോട്ട് അത് പോട്ട്. നീ ഒന്ന് ഇതാക്കി എന്താണ് അതിനെ ഒരു ബീജ ബ്ലോജോ ഒന്ന് നീ ബ്ലോജ് ആക്കി തരാൻ എന്നോട് ചോദിക്കുന്നു. അത്രയും കുണ്ണയില്ലായ്മയാണ് ഈ കുണ്ണ ചെയ്തത്. അപ്പൊ ആരാ കുണ്ടൻ? അപ്പൊ അതിൽത്തുനിന്ന് ആരാ കുണ്ടൻ? നമ്മളാണോ അത് ഓനാണോ? എടാ എന്താടാ ബൈസെക്ഷലാ? എടാ തൊപ്പി ഇതിന്റെ അടുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. എടാ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ മുത്ത, ഞാൻ പറഞ്ഞ ഈ കാര്യം ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. അതായത് ഒരു ഇന്റർവ്യൂല് ആരാടാ പറഞ്ഞത്? ഫസീന്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞ കാര്യം ഇത്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമില്ല. അതായത് ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് മമ്മൂന വായിലിടിപ്പിച്ചു എന്നുള്ള ഒരു സാധനം, അത് പുറം ലോകം അറിഞ്ഞ കാര്യമാണ്. അതായത് ഫസീക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഫസീന്റെ ബോയ് ഫ്രണ്ട് ഇതേപോലത്തെ ഏതൊരു ഇന്റർവ്യൂ എക്സൽ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് അല്ലേ? അല്ല ഇപ്പോഴത്തെ അല്ല, നീ അതിന് ശേഷമുള്ള ഏതോ ബോയ് ഫ്രണ്ട് ഓള് വന്നിട്ട് ഓൻ വന്നിട്ട് ഏത് ഇന്റർവ്യൂല് പറഞ്ഞ കാര്യം ഇത് ഉള്ളതാണ് മോനെ. ഇവിടെ ചോദിക്കോ പ്രൂഫില്ല ബ്രോ, പ്രൂഫില്ല. അതാ പ്രൂഫ് ഇല്ലാണ്ടായി പോയി. അപ്പം വീഡിയോ എടുക്കാൻ പറ്റുമോ? കയ്യിലല്ലോ, പറ്റുന്നല്ലോ. ഓഡിയോസ് എല്ലാം ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഗൈസ്, വിശ്വസിക്കാൻ പറ്റുന്നവര് വിശ്വസിക്കുക. ഈ കാണുന്ന 44,000 ഇതുണ്ടെങ്കിൽ നിങ്ങളെ പെങ്ങന്മാരെയും നിങ്ങളെ ഉമ്മമാരെയും ഇവന്റെ അടുത്തും സൂക്ഷിക്കുക. മനസ്സിലായോ? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തൊരുത്തനെ ഇവൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവൻ ഈ നന്മയും ഇതും കളിക്കുന്നല്ലാണ്ട് ഇവന്റെ ഉള്ളിലുള്ള സ്വഭാവങ്ങൾ ഇതാ ഞാൻ കാണിച്ചു തന്നല്ലോ. പെമ്പിളറെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഇതും പറഞ്ഞിട്ട് ചക്ക ഇതൊന്നും മുലയൊന്നും മറ്റേന്നും പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് സാമാനം എടുത്ത് പുറത്തിടലും സാമാനം എടുത്ത് ഇതാക്കിയിട്ട് വിടലും ഇതെല്ലാം തന്നെ ഇവന്റെ പരിപാടികൾ. മനസ്സിലാ? അപ്പൊ ഓന്റെ കയ്യിൽ പൈസ ഉണ്ട്, ഓന്റെ കയ്യിൽ ഫെയിം ഉണ്ട്, ഓന്റെ കൂടെ നിൽക്കാൻ 10,000 ആൾക്കാരുണ്ട്. നമുക്ക് ഇത്രയും കാലമായിട്ട് വരുന്നത് എന്തെല്ലാം അറിയോ? ഇന്നലെ ഇതിട്ടതിന് ശേഷം അങ്കെല്ലാം അത്രയും മെന്റലി ഉമ്മ വിളിച്ച് കരയലും മറ്റേതും മറിച്ചതും എൻ്റെ പെങ്ങളെ ഈ ടെൻഷനും നമുക്കും വീട്ടുകാരും ഇതുവെല്ലാം ഉണ്ട്. മനസ്സിലാ? അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ കാണിച്ചത്. എന്തോ ദൈവമായിട്ട് അള്ളായിട്ട് ആ വീഡിയോ കാണിച്ചു തന്നു. അതും കൂടി ഇല്ലെങ്കിൽ പ്രശ്നമായേനെ. ആ വീഡിയോ കണ്ടുകൊണ്ട് ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇതാന്ന് അവന്റെ പരിപാടി. അനാൻചാന്റെ ഇത് കണ്ട് വിടലും ഇങ്ങനെയല്ലാന്ന് ഗൈസ് ഇവന്റെ റിയൽ ഇത് സ്വഭാവം. മനസ്സിലായോ? അപ്പൊ ഇനിയെങ്കിലും ഗൈസ് നിങ്ങളെ പെങ്ങളി ഇതിനും കൊണ്ട് ഇവന്റെ അടുത്തൊന്നും പോയി ഫോട്ടോ എടുക്കാൻ നിൽക്കല്ലേ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ജാതിയാ, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ജാതിയാ. നമുക്ക് ഇവന്റെ അത്ര പൈസയും ഇവന്റെ അത്ര സംഭവം ഇവന്റെ അത്ര ഫെയിമും ഇവന്റെ കൂടെ നിൽക്കുന്ന അത്ര ആൾക്കാരും നമ്മളെ കൂടെ നിൽക്കുകയും ചെയ്യില്ല. ഈ പറഞ്ഞ പോലെ പൈസ ഉള്ളതുകൊണ്ട് എല്ലാം മറിക്കാനും എല്ലാം തിരിക്കാനും എല്ലാം പറ്റും. നമ്മളതിൽ ഇല്ല, സംഭവം സത്യം നമ്മളതിലില്ല. അതുകൊണ്ട് നമ്മൾ ഇതായി. പക്ഷെ നമ്മളിങ്ങനത്തെ ചെറ്റത്തരം പറയില്ല. മനസ്സിലായി? അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ പറഞ്ഞ പോലെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ വിശ്വസിക്കും. ബാംഗ്ലൂർ ഇഷ്യൂ ഞാൻ പറയും. ഇവന് ഡ്രഗ്സ് കൊടുത്തു അതന്നെ. അതായത് ഇവൻ ഇന്നലെ എന്താ എന്നോട് പറഞ്ഞത്? ഇന്നലെ സോറി എന്നോടല്ല നിങ്ങളോട് എന്താ നീയാന്ന് പറഞ്ഞ കുണ്ണ പറഞ്ഞത്? ഡ്രഗ്സ് കൊടുക്കുന്നത് ഞാൻ ഒരു കാര്യം പറ്റും. നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി. ആ വീട്ടിലെ ഏറ്റവും വലിയ ആൾ ഓന് റാംബോ പോവാൻ. അപ്പൊ ഇവരെ സംഭവം ഇല്ലാണ്ട് എങ്ങനെയാ നമ്മൾ ഡെയിലി ഞാൻ ഇവർക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യല്? അത് എങ്ങനെയാടാ ഞാൻ ചെയ്യുക? ഡെയിലി ഞാൻ ഇവനെങ്ങനെ ഇവർക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യല്? ഇവനല്ലേ അത് ചെയ്യൂ. ഇത്രയും ചെയ്ത് ഇവനല്ലേ ഡ്രഗ് സപ്ലൈ ചെയ്യൂ. അല്ലാണ്ട് നമ്മളെങ്ങനെയാടാ ആ വീട്ടില് ഓനെ MDMA കേസ് പിടിച്ചാലടാ ഓന്റെ വണ്ടി അത് അവിടെ പോയിട്ട് കിടക്കുന്നത്. ആ വണ്ടി ഓന്റെ പേരിലായിക്കൊണ്ടാണ് അത് അങ്ങനെ പിടിച്ചോണ്ടാ രണ്ടാമത്തെ ഇത് എന്റെ പേരിലേക്ക്. അതിൽ നാളെ എന്തെങ്കിലും MDMA കടത്തിയിട്ട് എന്നെ അകത്താക്കേണ്ട പരിപാടി ഒന്ന് നോക്കും. അതിനുള്ള ഇത് ഞാൻ വേറെ നോക്കിയിട്ടുണ്ട്. മനസ്സിലാ? ഇത് ബാക്കി ബാംഗ്ലൂർ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവനക്ക് ഡ്രഗ്സ് തന്നു. അത് ഡ്രഗ്സ് എന്ന് വെച്ചാൽ ഇതന്നെടാ. ഞാൻ പറയട്ടെ ഈ ഇതന്നെ MDMA എന്നോട് പറയൂ. നമ്മളെന്തായാലും ബാംഗ്ലൂർ പോക്കല്ലേ തട്ടിച്ചാ മോനെ മറ്റേതാന്ന് എന്താ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറയുന്നു അല്ലേ? ഡ്രഗ് ടെസ്റ്റും കൊണ്ട് നമ്മൾ വരും. എല്ലാരും വരുന്നതായിരിക്കോട്ടെ. അടിപൊളിയാ മുത്തേ, കിടിലനാ മമ്മു. ഇതെല്ലാം യൂസ് ചെയ്ത മോനെ ലൈവിലെല്ലാം ഒരു പൊളി പൊളിക്കാം. എന്നോട് ഡെയിലി പറയുന്ന കാര്യ മമ്മു 2 പെഗ് അടിച്ച് ലൈവ് ചെയ്യുന്ന ഒന്ന് ഓണാകാം. ഇങ്ങനെ ഡൗൺ ആയല്ല. റാംബോനെ വിട്. എന്നോട് പറയും നീ ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 പെഗ് അടിച്ച മുത്ത നീ ഭയങ്കര ഓണാണ്. ഇതെല്ലാം നാടെ സംഭവിക്കുന്നത്. അപ്പൊ ബാംഗ്ലൂരത്തെ വിഷയം എന്ന് വെച്ചാല് ആ പെണ്ണിനെ കയറി പിടിച്ചെന്നല്ല പറയുന്നത്, ഒറ്റക്ക് റൂമിൽ ഇട്ടിട്ട്. ഗൈസ് ഇവൻ തന്നെയാണ് എന്നോട് പറയുന്നത്. കാരണം അത്രയും ഓൻ ഇങ്ങനെ പറയുന്നത്. എടാ നിനക്കൊരു പെണ്ണിനോട് സംസാരിക്കണം. നീ അത് അപ്പുറത്തെ ഒരു പെണ്ണതാ, നീ ഓളോട് എന്ത് സംസാരിച്ചോ? ഗൈസ് ഞാൻ സംസാരിക്കാൻ പോയത് ശരിയില്ല തന്നെയാ. അല്ലാണ്ട് കൈക്ക് പിടിച്ചതും ഓക്കെ ഓള് റൂമിലുണ്ടായത് ശരിക്കും വേറെന്തേ പറഞ്ഞു വരട്ടെ. അപ്പം ബാക്കി നന്ദനന്റെ കാര്യമെല്ലാം ഞാൻ അന്നേരം പറയാം. അത് ഇതാക്കും. മനസ്സിലാവും? ഓലന്റെ കാര്യം പറയട്ടെ. ഫോൺ ടെക്ക് അടുക്ക ഞാൻ കാണിച്ചു കൊടുക്കട്ടാ.
ഈ പറഞ്ഞ പോലെ ഞാൻ ഇത് പറഞ്ഞു തീരട്ടെ. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ അപ്പൊ ബാക്കി ഈ കാര്യം റൂമിലുള്ള കുറേ ഉണ്ട്. പെണ്ണിനോട് അതുകൊണ്ടാണ് ഇത് തപ്പിയും തടഞ്ഞും പോകുന്നത്. ബാക്കി നാളെ കാര്യം കാണിച്ചു പറയട്ടെ. തരാം. ഞാൻ ഒരു ഇത് കാര്യം പറഞ്ഞ് പറയട്ടെ. ഞാൻ തീർക്കുകയാണ്. പറ. ഞാൻ ഓളെ കേക്കൊന്നും കയറി പിടിച്ചില്ല. ആരാ പറഞ്ഞ കേക്ക് കയറി പിടിച്ചെന്ന്? എനിക്ക് കേക്ക് കയറി പിടിച്ചാൽ തന്നെ ഇവനില്ലേ ആ സമയത്ത്. ഇവനാണ്, അതായത് ഇവനാണ് എന്നോട് പോവാൻ പറയുന്നത്. ഞാൻ ഒന്നുമില്ല, അനക്ക് അങ്ങനത്തെ ഒരു മൈൻഡും ഇല്ല. ഇവൻ പറഞ്ഞ്, കാരണം ഓൾറെഡി എല്ലാം അടിച്ചുള്ളത് ആട് ഉണ്ടായ എല്ലാം കിണ്ടിയ അവിടെ പോയ ഇവന്റെ ഒരു മാമിയായിട്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. ഓനാണ് നമ്മളെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഈ ഇവിടുത്തെ കൂട്ടിക്കൊണ്ട് പോന്ന്. ഓനാണ് ഈ സാധനങ്ങൾ എടുക്കുന്നത്. അതിന് ശേഷമാണ് ഈ MDMA കേസെല്ലാം വരുന്നത് കേട്ടാ. അത് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഈ പെണ്ണിന്റെ കേക്ക് ഇതൊന്നും ഞാൻ കയറി പിടിച്ചില്ല. ഞാൻ ഉള്ളിൽ പോയി സംസാരിച്ച്, അത്രേ ഉള്ളൂ. സംസാരിച്ച് ഞാൻ പിന്നെ ഒരു ഇതിന്റെ പവറിൽ ഞാൻ ഇറങ്ങി വന്ന് പിന്നെ ഞാൻ കുറെ കരഞ്ഞ്, നീ ഇതാവൂല, എനക്ക് പെണ്ണൊന്നും സെറ്റ് ആവൂല എന്ന് പറഞ്ഞ് ഞാൻ കുറെ കരഞ്ഞ്, കുറെ എന്തെല്ലോ പറഞ്ഞ്. ആ ഒരു കേസാന്ന് ഇപ്പൊ ഞാൻ പെണ്ണിനെ കയറി പിടിച്ച്, ഞാൻ മറ്റേതാക്കി, ഞാൻ മറിച്ചതാക്കി. എടാ തന്തൊക്കെ ഉറപ്പുണ്ടെ നീ തെളിയിക്കണം, ഈ കാര്യങ്ങളെല്ലാം നീ തെളിയിക്കണം. നീ അതെ പൈസ ഓക്കെ ഗൈസ്, ഇനി ഞാൻ പറയുന്ന കാര്യം ഇതായിട്ട് എടുക്കുക. നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. കാരണം ഈ പൈസ ഇല്ലാത്തവനും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള നമ്മളെല്ലാം അവസ്ഥ ഇങ്ങനെയാണ്. അപ്പൊ നമ്മളെ അങ്ങനെ നിങ്ങൾ കാണും. പൈസ ഉള്ളവനും പവർ ഉള്ളവനും ഇതുള്ളവനെല്ലാം വായും, അത് നമുക്കറിയാം, മനസ്സിലാ. ഇത് അങ്ങനെ തന്നെയാണ്. അത് നെഗറ്റീവ് വരും, നമ്മളെ ഇതാക്കും, നമ്മളെ അങ്ങനെ ആക്കും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതാക്കിയത്. പക്ഷെ ഇവന്റെ സത്യാവസ്ഥ പുറത്തു വരണം, മനസ്സിലാ. ഇവന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഇവന്റെ സത്യാവസ്ഥ പുറത്തു വരാണ്ട് ആരും ഇവിടെ പോവില്ല. പിന്നെ ഇവിടെ പോലീസിനെ അയക്കുക എന്താന്ന് വെച്ചാൽ അയച്ച് ഇവിടെ നോക്കിക്കോ. അപ്പൊ സത്യാവസ്ഥ പുറത്തു വരണം, അല്ലാണ്ട് വെറുതെ കാര്യമില്ല, മനസ്സിലാ. സത്യാവസ്ഥ പുറത്തു വരാണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ അതറിഞ്ഞ് നിങ്ങൾ ബാക്കി ഇതായിക്കോ. ഈ വീഡിയോ കാണിച്ച് നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ എൻഡ് ചെയ്യാൻ പോവാം, മനസ്സിലായോ. ഇത് ക്ലിയർ ആയിട്ട് ആദ്യം കേക്ക്. ക്ലിയർ ആയിട്ട് കേൾക്കണേ. ഒരു 10% അവരെ ഫ്രണ്ട്സ് നോമ്പിന്റെ പരിപാടി ഇങ്ങനെ പോകുന്നത് ഇതെല്ലാം കമ്പനിയാണ്. നമ്മളിത് കമ്പനി ആക്കുന്നത് നമ്മളെന്തൊക്കെ ചെയ്യാൻ തുടങ്ങണം. ഒരുമിച്ചേക്കുന്നതിന്റെ നമ്മളത് ചെയ്യാൻ തുടങ്ങുമ്പോ അതിൽ എന്തെല്ലാം 10% ഉണ്ട് നമുക്ക് മനസ്സിലാവും. ആർക്കെല്ലാം 10% പോകുന്നത് മനസ്സിലാണെങ്കിൽ ഇവരെ ഇതായിരിക്കില്ല. നമ്മള് വേറെ എന്തിലേക്ക് പറഞ്ഞറിയില്ല. നമ്മളെ ആക്ഷൻ എടുത്താലേ നമ്മൾ മനസ്സിലാവും. ചെയ്തു നോക്കണം. ഇതെന്താ സംഭവം എന്നറിയാം. അനാൻ ഷാന്റെ വീഡിയോ നമ്മള് മറ്റേ ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിൽ വ്ളോഗ് വെച്ച് ഞാൻ ഒരു കാര്യം പറ്റേ, നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നെല്ലാം എനിക്ക് അറിയാം. നമുക്ക് നമ്മളെ കാര്യങ്ങൾ തുറന്നു പറയണം. നമ്മളതിൽ ഈ പറഞ്ഞ പോലെ പൈസ ഇല്ല, ഇതില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെല്ലാം തന്നെ നമുക്ക് വരാൻ പോകുന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പം അനാൻ ഷാന്റെ വീഡിയോ കണ്ടുകൊണ്ട് അതിലൊരു വ്ളോഗ് ഉണ്ട്. അനാൻ ഷാന്റെ ഒരു വ്ളോഗ് ഉണ്ട്. ആ വ്ളോഗാണ് ഇവൻ വെച്ചിട്ട് ഈ സംസാരിക്കുന്നത്. ഞാൻ കാണിച്ചുതരാം. ഞാൻ കാണിച്ചുതരാം. ഇത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ആ വ്ളോഗിന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണ് ഇതിൽ വരുന്നത്, മനസ്സിലായോ. ഒരു ഇറാനിപ്പോളയോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. ഇറാനിപ്പോള നാറ്റം മൊത്തം എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്ളോഗ്. ഹലോ ഗൈസ്, ഈ വ്ളോഗ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഗേ ഉണ്ടാക്കി ഇറാനിപ്പോൾ അവരുടെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ വ്ളോഗ് ഉണ്ടല്ലോ, ഈ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങളെ തൊപ്പി പറഞ്ഞതാണ് ഇത്, മനസ്സിലായോ. ഇതാ കേൾക്കുന്നുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടല്ലോ. ഇതൊന്ന് ചൂടാക്കുന്നുള്ളത്. ഒന്നും മനസ്സിലായിട്ടാണോ? നിങ്ങള് മനസ്സിലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതാക്കിയിട്ടിട്ടത്. ഫേക്ക്. എടാ ബുദ്ധിയുള്ളവന് തിരിയോടെ ഇത് മനസ്സിലായോ. അനാൻ ഷാന്റെ വ്ളോഗ്
നിക്ക് അനാൻഷാന്റെ വ്ലോഗ് കണ്ടിട്ട് അതിൽ ഈ പെണ്ണുണ്ടല്ലോ ലിയന അല്ല പറയണം, ഇത്രയും ഇതാക്കിയല്ലോ കാര്യങ്ങൾ ഇതാക്കി പറയണം. ഈ പറഞ്ഞ ഇതിന്റെ ഇതാന്ന് വരുന്നത്, മനസ്സിലായോ? ഇതിന്റെ ഇതാന്ന് വരുന്നത് ഈ വ്ലോഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്ന സമയത്ത് ഇവൻ പറയുന്ന കാര്യം എന്താ അറിയോ? ഇവൻ പറയുന്ന കാര്യം അത് മുനുവിന്റെ വോയിസ് അതൊന്നും കേൾപ്പിക്കില്ല. മറ്റേ ഓർത്ത് ഇപ്പൊ പ്ലേ ആ വ്ലോഗ് പ്ലേ ചെയ്യുമ്പോ പറയുന്ന കാര്യം കണ്ട. ഇതൊന്ന് ചൂടാക്ക് എന്ന് ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോടാ? ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോ? അനാൻഷാന്റെ കൂടെയുള്ള ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ, മനസ്സിലായോ? ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ ഇറാനി പോള എന്ന് പറഞ്ഞ ഒരു നോമ്പിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നോമ്പിന്റെ സമയത്ത് ഇവൻ ഇത് പറയണം എന്ന് ആലോചിക്കണം. നോമ്പിന്റെ സമയത്താണ് ഇവൻ ഇത് പറയുന്നത് ആലോചിക്കണം. നോമ്പിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ നോമ്പിന്റെ സമയത്ത് ഇവൻ ചെയ്ത പരിപാടി എന്താ അറിയോ? വ്ളോഗ് വെച്ചിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ കുത്തിയാൽ മതി. എല്ലാവരും ഹെഡ്ഫോൺ കുത്ത്, അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കില്ല. ഹെഡ്ഫോൺ കുത്തിയിട്ട് ഇത് കേക്ക്, ഹെഡ്ഫോൺ കുത്തിയിട്ട്, മനസ്സിലായോ? അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവർ പറയുന്ന വോയിസ് ഉണ്ട്. ഓൻ പറയുന്ന എന്താന്ന് മനസ്സിലായോ? കട്ട് ചെയ്തിട്ടോളെ പൂറ്റിൽ കയറ്റുന്നു. ആരെ കുറിച്ചാ പറയുന്നത്? അനാൻഷാന്റെ കൂടെയുള്ള ഓന്റെ ഫ്രണ്ടിന്റെ വൈഫിനെ കുറിച്ചിട്ട് ഇവൻ പറയുന്നത്. ഇതും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിണ്ടല്ല, കേരളമേ, നിന്റെ എല്ലാം വീട്ടിൽ കയറിയിട്ട് 18 വയസ്സാകാത്ത പെണ്ണുങ്ങളെ ഇവൻ പിടിച്ചിതാക്കും, മനസ്സിലായോ? എടാ നമ്മള് കൂടെ നടന്നാടാ, നമുക്കറിയാടാ. റോട്ടുമേലൂടെ ഇവൻ കാറും കൊണ്ട് ഇവൻ പോകുമ്പം ഇവൻ എന്താ പറയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് ഫുള്ള് കേക്ക്, മനസ്സിലായോ? ഒന്ന് ചൂടാക്കുന്നു, മനസ്സിലായോ? ഇതാ നിങ്ങൾക്ക് ഇത് മനസ്സിലാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇതിന് ഇതടക്കം കൊടുത്തത്. അനാൻഷാന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്, അനാൻഷാന്റെ വോയിസ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. കുറച്ച് ചിന്തിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിണ്ടല്ലോ ഇത് മനസ്സിലാവും. ഇത് എന്തായാലും ഓന്റെ ഈ LKG പിള്ളേർക്ക് ഇത് മനസ്സിലാവില്ല, ബാക്കിയുള്ളവർക്ക് ഇത് തിരിയും. അത് മതി. നീ മോളത്തെ മാത്രം വൃത്തിയാക്കുക. നീ വീട്ടിലേക്ക് പോയി, നീ അറിയിക്കാൻ ഒരു പോലെ 1000 വട്ടം എന്നോട് പറഞ്ഞ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രം നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ബോറിംഗ് തീട്ടാണ് നിങ്ങളെല്ലാം കാണുന്നത്. ഇഷ്ടപ്പെടുന്നോണ്ടാണ് ആ അതുപോലും കണ്ടിരിക്കാൻ തോന്നുന്നത്. അല്ല നീ ഓൻ്റെ അടുത്ത് പോയിക്കോളാം. നീ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ എന്താ അവസാനം എടുക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, ഇവരെ പോലെ ആകാൻ നോക്കില്ല, ഇവരെ പോലത്തെ വിളവ് എടുക്കാൻ നോക്കില്ല, ഇതൊന്നും നടക്കൂല. നമുക്ക് നമ്മളെ സാധനങ്ങളുണ്ട്, അല്ലാണ്ട് ഓന്റെ ഇതാക്കിയിട്ട് ഓന്റെ പോലെ ആക്കാൻ നോക്കലും നടക്കൂല. മനസ്സിലാണോ? പുണ്ണാളെ കണ്ടതിനോളം നായിന്റെ പോലെ രാത്രി വന്നിട്ട് കരയാ വരും. ഞാൻ പറഞ്ഞതാ പൂറി പോലെ പൂറി പോലെ ഒരു പുള്ളിയിലടാ താഴെ പോയിക്കോ നീ വീട്ടിലേക്ക്.
ഇവിടെ വൃത്തിയാക്കാൻ പറഞ്ഞ എന്തിനാ വൃത്തിയാക്കാൻ പറഞ്ഞ നീ മുകളിലത്തെ ബാത്റൂം വൃത്തിയാക്കുക. നീ വീട്ടിലേക്ക് പോയിക്കോ. നീ അറിയിക്കാം ഒരു കുഴപ്പമില്ലടാ. പൂർവ്വം പോലെ 1000 വട്ടം എന്നോട് പറഞ്ഞ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ പാണ്ടാ ഇല്ലേ പാണ്ടാ കൂടാ ബോറിങ് തീട്ടാണ് നിങ്ങളെല്ലാം കാണുന്നത്. ഇഷ്ടപ്പെടുന്നോണ്ടാണ് ആ അതുപോലും കണ്ടിരിക്കാൻ തോന്നുന്നത്. അല്ല നീ ഓരോടുത്ത് പോയിക്കോടാ. നീ അത് ഞാൻ എങ്ങനെ പറഞ്ഞു? നീ എന്താ ആ സെൻസിൽ എടുക്കുന്നത്?